അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബത്തി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. ഏറെ ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, ഏറെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, ബഹുമാന്യനായ ഹാരിസ് മൗലവി ഇവിടെ സംസാരിച്ച് അവസാനിപ്പിച്ചതിൽ നിന്ന് ഏതാനും ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് അല്പസമയത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. മതനിഷേധം കടന്നുവരുന്ന വഴികൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരമൊരു പ്രോഗ്രാം സംഘടിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു ടൈറ്റിലോ ആ ഒരു തലക്കെട്ട് കേൾക്കുമ്പോൾ, കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് നിരീശ്വരവാദം എന്ന ഒരു ചിന്താധാരയായിരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. നിരീശ്വരവാദം ആളുകളിലേക്ക് കടന്നു വരുന്നു, അത് മനുഷ്യരെ സ്വാധീനിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതെങ്ങനെ തടയാം എന്ന ഒരു ചർച്ചയല്ല ഇവിടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. കാരണം നിരീശ്വരവാദം അല്ലെങ്കിൽ ദൈവമില്ല എന്ന വാദം ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിഷ്പക്ഷമായി കാര്യഗൗരവത്തോടുകൂടി അത്തരം വിഷയങ്ങളെ സമീപിക്കുമ്പോൾ തന്നെ ആ വാദത്തിൻ്റെ അടിസ്ഥാനം തന്നെ തകർന്ന് തരിപ്പണമാകും. പലപ്പോഴും നിരീശ്വരവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കടന്നു വരുന്നത് അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സംസാരങ്ങളും ചില ആക്ഷേപങ്ങളുമാണ്. മതം എന്ന് പറഞ്ഞാൽ അത് അന്ധവിശ്വാസമാണ്, ദൈവത്തിൽ വിശ്വസിക്കുക എന്നത് അന്ധവിശ്വാസമാണ് എന്നാണ് പലപ്പോഴും അത്തരക്കാരായ ആളുകൾ പറയാറുള്ളത്. എന്നാൽ നിരീശ്വരവാദത്തെക്കുറിച്ച് പ്രാഥമികമായി പോലും അന്വേഷിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിൽ മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമാണ്, ലോകത്ത് ഏറ്റവും വലിയ അന്ധവിശ്വാസമാണ് നിരീശ്വരവാദം എന്നുള്ളത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഞാനിവിടെ കടന്നു വന്നുകൊണ്ട് മേലാറ്റൂരിലെ ഈ നാട്ടുകാരോട് ഇവിടെ വെച്ചുകൊണ്ട് ഞാനൊരു പ്രഖ്യാപനം നടത്തുകയാണ്. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. കോഴിക്കോട് ഞാൻ എൻ്റെ വീട്ടിൽ രാവിലെ വെറുതെ ഇരിക്കുമ്പോൾ, എൻ്റെ റൂമിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു അത്ഭുതകരമായ ഒരു പ്രതിഭാസം കാണുകയാണ്. ആ ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് എൻ്റെ സംസാരം ആരംഭിക്കുകയാണ്. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ റൂമിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കണങ്ങൾ എൻ്റെ റൂമിലേക്ക് പറന്നു വരുന്നത് ഞാനിങ്ങനെ കാണും. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ പ്ലാസ്റ്റിക്കിൻ്റെ കണങ്ങളിങ്ങനെ എൻ്റെ റൂമിലേക്ക് കടന്നു വന്ന് അത് പെട്ടെന്ന് അത് കൂടിച്ചേരുന്ന അത്ഭുതകരമായ പ്രതിഭാസം ഞാനിങ്ങനെ നോക്കിക്കാണുകയായിരുന്നു. എനിക്കിതെന്താ സംഭവം എന്ന് മനസ്സിലായില്ല. അങ്ങനെ ആ പ്ലാസ്റ്റിക്കൊക്കെ കൂടിച്ചേർന്നു എന്ന് മാത്രമല്ല, അത് പെട്ടെന്ന് തന്നെ ഒരു വൃത്താകൃതിയിലേക്ക് മാറുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാനിങ്ങനെ കാണുകയാണ്. അത്ഭുതപ്പെട്ടുകൊണ്ട് ഞാനത് നോക്കി നിൽക്കുകയായിരുന്നു. അങ്ങനെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ആ വൃത്താകൃതിയിലായ ആ പ്ലാസ്റ്റിക് അതിൻ്റെ ഇടയിൽ കുറച്ച് തുളകൂടി വീണുകൊണ്ട് ഒരു ബട്ടണായി മാറുന്ന അത്ഭുതകരമായ ഒരു പ്രതിഭാസം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നോക്കിക്കണ്ടു. ആ ബട്ടണാണ് എൻ്റെ ഷർട്ടിൻ്റെ ഏറ്റവും മുകളിലുള്ള ബട്ടൺ എന്ന ഒരു അനുഭവം ഞാനിവിടെ നിന്നുകൊണ്ട് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും നേരത്തെ പറഞ്ഞ പിരിവ് നിർത്തിവെച്ച് വേറൊരു പിരിവ് നടത്തി എത്രയും പെട്ടെന്ന് ഇവനെ കുതിരവട്ടത്തേക്ക് കൊണ്ടുപോകണം എന്ന് പറയും. കാരണം എൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ അത് തനിയെ കൂടിച്ചേർന്നുകൊണ്ട് യാദൃശ്ചികമായി ഉണ്ടായതാണ് എന്ന് പറയണമെങ്കിൽ ചില്ലറ യുക്തിരാഹിത്യമൊന്നും പോരാ എന്ന് നമ്മൾ പറയും. കാരണം എന്താ? ഒരു ബട്ടൺ എന്ന് പറഞ്ഞാൽ അതിനൊരു പർപ്പസ് ഉണ്ട്, അതിനൊരു ഡിസൈനുണ്ട്. വളരെ ലളിതമാണെങ്കിലും അത് തനിയെ ഉണ്ടാവുകയില്ല എന്നത് സാമാന്യ യുക്തിയാണ്. ആ സാമാന്യ യുക്തിയെ ചോദ്യം ചെയ്തുകൊണ്ട്
എൻ്റെ ഷർട്ടിന്റെ ബട്ടൺ തനിയെ ഉണ്ടായതാണ്, ആരും ഡിസൈൻ ചെയ്തതല്ല, ആരും അതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടില്ല, അതിനു പിന്നിൽ ഒരു ബുദ്ധിയുമില്ല എന്ന് പറയണമെങ്കിൽ അത് ചില്ലറ യുക്തിരാഹിത്യമൊന്നല്ല. എങ്കിൽ പ്രിയമുള്ളവരെ, എൻ്റെ ഷർട്ടിന്റെ ഒരു ബട്ടൺ പോലും വേണ്ട, ഒരു മുട്ടുസൂചി പോലും തനിയെ ഉണ്ടാവുകയില്ലെങ്കിൽ, അതിനു പിന്നിലൊരു ബുദ്ധി പ്രവർത്തിക്കാതെ അതുണ്ടാവുക സാധ്യമല്ലെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, ഈ കാണുന്ന മഹാപ്രപഞ്ചം, ആ പ്രപഞ്ചത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് പോലും ശാസ്ത്രത്തിന് ഇന്നും പഠിച്ചു കഴിഞ്ഞിട്ടില്ല. ശാസ്ത്രം പറയുന്നത് നമുക്ക് മനുഷ്യനൊരിക്കലും പ്രപഞ്ചത്തിന്റെ വിശാലത എത്തിപ്പിടിക്കാൻ സാധ്യമല്ല എന്നാണ്. അത്രമേൽ വിശാലമാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. ആ മഹാപ്രപഞ്ചം, ഇത്ര കൃത്യമായി വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം മുഴുവൻ തനിയെ ഉണ്ടായതാണ് എന്നൊരാൾ പറയുന്നെങ്കിൽ അതിനേക്കാൾ വലിയ അന്ധവിശ്വാസം വേറെ എന്താ ഉള്ളത്? അല്ലേ? അതല്ലേ ഏറ്റവും വലിയ അന്ധവിശ്വാസം. അതുകൊണ്ട് നിരീശ്വരവാദം എന്നത് ലോകത്ത് മനുഷ്യൻ വിശ്വസിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അന്ധവിശ്വാസമാണ്. ബാക്കിയൊക്കെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇതൊക്കെ തനിയെ അങ്ങുണ്ടായി, ഒരു പൊട്ടിത്തെറിയിലൂടെ, അതിന് പിന്നിൽ ആരും പ്രവർത്തിക്കാതെ ഇതൊക്കെ തനിയെ അങ്ങുണ്ടായി. യാദൃശ്ചികത അത് വ്യവസ്ഥാപിതത്വത്തിന് വഴിമാറി. നമുക്കറിയാം, സൂക്ഷ്മ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സൂക്ഷ്മ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ നോക്കിയാൽ ഒരു 16 നിലയോളമുള്ള ഒരു കെട്ടിടം, ആ കെട്ടിടം മുഴുവൻ ഒരു ലൈബ്രറിയാക്കി, ആ ലൈബ്രറികളിൽ മുഴുവൻ പുസ്തകങ്ങളുണ്ടെന്ന് വിചാരിക്കുക. 16 നിലയുള്ള ലൈബ്രറിയിൽ മുഴുവൻ പുസ്തകങ്ങളുണ്ടെങ്കിൽ ആ കെട്ടിടത്തിൽ എത്രത്തോളം വിജ്ഞാനം അടങ്ങിയിട്ടുണ്ടാകും? അതിനേക്കാൾ വിജ്ഞാനം നമ്മളുടെ ഓരോരുത്തരുടെയും ഓരോ സെല്ലുകളിലും ഓരോ കോശങ്ങളിലും അടങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ DNA-കളിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പോലും സാധ്യമല്ല സെല്ലുകൾ, കോശങ്ങൾ. ആ ഓരോ കോശത്തിലും 16 നിലകളോളം വരുന്ന ഒരു കെട്ടിടത്തിൽ പുസ്തകങ്ങൾ നിറച്ചാൽ എത്രമാത്രം ഇൻഫർമേഷൻ, വിവരങ്ങൾ അടങ്ങുമോ അത്രത്തോളം വിവരം നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ കോശത്തിലുമുണ്ട്. അങ്ങനെയുള്ള ട്രില്യൺ കണക്കിന് കോശങ്ങൾ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. എന്നാലോചിച്ചൊക്കെ, ഒരു 16 നില വേണ്ട, ഒരു നിലയുള്ള ഒരു ലൈബ്രറി കാണിച്ചിട്ട് ഈ ലൈബ്രറിയിലുള്ള പുസ്തകങ്ങളെല്ലാം അതാരും എഴുതിയതല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വേണ്ട. ഒരൊറ്റ പുസ്തകം എടുത്തിട്ട് ആ ഒരൊറ്റ പുസ്തകമെങ്കിലും ആരും എഴുതാതെ തനിയെ ഉണ്ടായതാണ് അതിലെ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വേണ്ട. ഒരു പേജ് എടുത്തിട്ട് ആ ഒരു പേജിലെ വിജ്ഞാനം തനിയെ ആരും എഴുതാതെ തനിയെ ഉണ്ടായതാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വേണ്ട. ഒരു വരിയെടുത്ത് നമ്മൾ പറയാണ്, ഞാൻ എൻ്റെ ലാപ്ടോപ്പ് അവിടെ വെറുതെ വെച്ചിരിക്കുകയായിരുന്നു, ഒരു പൂച്ച അതിലൂടെ അതിൻ്റെ കീബോർഡിലൂടെ ഓടിപ്പോയി, ആ പൂച്ച ഓടിപ്പോയപ്പോൾ ഒരു വരി ടൈപ്പ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു നല്ല ഒരു വിജ്ഞാനമടങ്ങുന്ന ഒരു വരി നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വിശ്വസിക്കുമോ? ഇല്ല. യാദൃശ്ചികമായി അങ്ങനെ വിജ്ഞാനം ഉണ്ടാവുകയില്ല എന്നുള്ളത് മനുഷ്യൻ്റെ യുക്തിയാണ്. അങ്ങനെ മനസ്സിലാക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വരി പോലും വിജ്ഞാനം തനിയെ ഉണ്ടാവുകയില്ല എന്നത് മനുഷ്യന്റെ സാമാന്യ യുക്തിയാണ് എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ കാണുന്ന പ്രപഞ്ചവും അതുപോലെ തന്നെ നമ്മുടെ കോശങ്ങളും അത് കൂടിച്ചേർന്നിട്ടുള്ള കലകളും അതുപോലെ തന്നെ നമ്മുടെ ശരീരവുമെല്ലാം ആരും അതിന് പിന്നിൽ പ്രവർത്തിക്കാനില്ലാതെ തനിയെ ഉണ്ടായതാണ്, യാദൃശ്ചികമായി ഉണ്ടായതാണ് എന്ന് വിശ്വസിക്കാൻ പറ്റുക? അങ്ങനെ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ അത്രമേൽ അന്ധവിശ്വാസിയായിരിക്കണം അവർ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത് നിരീശ്വരവാദത്തെക്കുറിച്ച് വലിയ പ്രസംഗം നടത്താൻ വേണ്ടിയല്ല. ഇത്രമേൽ വലിയ അന്ധവിശ്വാസം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്വസിക്കാൻ വലിയ പ്രയാസമാണ്. എങ്ങനെ ഒരു മനുഷ്യൻ ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റി? ഇതൊക്കെ തനിയുണ്ടായി. ഈ സൂക്ഷ്മ പ്രപഞ്ചവും സ്ഥൂല പ്രപഞ്ചവും ഈ വ്യവസ്ഥാപിതമായ പ്രപഞ്ചങ്ങളും എല്ലാം തനിയെ ഉണ്ടായതാണെന്ന് ഒരു മനുഷ്യനും വിശ്വസിക്കാൻ പറ്റില്ല, പ്രയാസമാണ്. അതുകൊണ്ടാണ് ലോക ചരിത്രത്തിൽ നേരത്തെ ഹാരിസ് മൗലവി പറഞ്ഞതുപോലെ മതമുള്ള കാലം തൊട്ടേ മതനിഷേധവും നമുക്ക് കാണാൻ സാധിക്കും. നിരീശ്വരവാദികൾ, ഇപ്പൊ ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ തന്നെ ചാർവാകന്മാരെ കുറിച്ചൊക്കെ നമ്മൾ കാണാൻ പറ്റും. അങ്ങനെ പണ്ട് മുതൽക്കേ ആളുകൾ നിരീശ്വരവാദികൾ കുറച്ചൊക്കെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് എല്ലാ കാലഘട്ടത്തിലും നിരീശ്വരവാദം ആളുകളെ സ്വാധീനിക്കാൻ പറ്റാത്ത രൂപത്തിൽ
അത് അവരെപ്പോഴും ഒരു കുറഞ്ഞ രൂപത്തിൽ, കുറഞ്ഞ പേഴ്സൻറ്റേജ് മാത്രം, കുറഞ്ഞ ശതമാനം മാത്രം സമൂഹത്തിൽ ഉണ്ടാവാൻ കാരണം എന്താ? അതിൻ്റെ കാരണം വളരെ സിമ്പിളാണ്. മനുഷ്യൻ്റെ യുക്തിക്ക് യോജിക്കുന്നതല്ല ഇത്. മറ്റു പല പ്രത്യയശാസ്ത്രങ്ങളും അത് വന്ന കാലഘട്ടത്തിലോ അല്ലെങ്കിൽ പിന്നീടോ ഒക്കെ ആയി കുറച്ചാളുകളെങ്കിലും അത് സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത അനുഭവങ്ങളുണ്ട്. പക്ഷേ നിരീശ്വരവാദം മാത്രം എക്കാലഘട്ടത്തിലും ക്ലോസറ്റിലെ വെള്ളം എന്നൊക്കെ പറഞ്ഞ മാതിരി കൂടുകയും കുറയുകയും ചെയ്യാതെ ആ സമൂഹത്തിൽ അങ്ങനെ തന്നെ നിൽക്കുന്നത് നമ്മൾ കാണുകയാണ്. എന്തുകൊണ്ട്? മനുഷ്യന്റെ യുക്തിയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നിരീശ്വരവാദിക്ക് സാധ്യമല്ല. ഇവിടെ ഇരിക്കുന്നവർ ഒരു പക്ഷേ നിരീശ്വരവാദത്തെക്കുറിച്ച് ചിന്തിക്കുകയും പുസ്തകങ്ങൾ വായിക്കുകയൊക്കെ ചെയ്ത ആളുകൾ വളരെ കുറവാവാനാണ് സാധ്യത. നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക. ഒരു നിരീശ്വരവാദി വന്നിട്ട് നിങ്ങളോട് പറയാണ് ദൈവമില്ല എന്ന് പറയുകയാണെങ്കിൽ, നിരീശ്വരവാദത്തെക്കുറിച്ച് ഒരു പുസ്തകവും വായിക്കാത്ത, ഒരു പ്രസംഗവും കേൾക്കാത്ത ഒരാളാണെങ്കിൽ പോലും നമ്മുടെ മനസ്സിലേക്ക് അപ്പോൾ തന്നെ ചില മറു ചോദ്യങ്ങൾ വരുന്നില്ലേ? അല്ലേ? ഒരു വായനയും ഒരു പഠനവും ഇല്ലെങ്കിൽ പോലും നമുക്ക് ചില ചോദ്യങ്ങളുണ്ട്. ശരി, ദൈവമില്ലെങ്കിൽ പിന്നെ ഇതൊക്കെ എങ്ങനെ ഉണ്ടായി? ഒന്നുമില്ലായ്മയിൽ നിന്നും എങ്ങനെ ഇതൊക്കെ ഉണ്ടായി എന്ന ചോദ്യം സ്വാഭാവികമായും മനുഷ്യന്റെ ഫിത്രയിൽ നിന്ന്, മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിയിൽ നിന്ന്, മനുഷ്യന്റെ ശുദ്ധമായ യുക്തിയിൽ നിന്ന് കടന്നു വരും. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇന്നേ വരെ ഒരു നിരീശ്വരവാദിക്കും സാധ്യമായിട്ടില്ല. വിശുദ്ധ ഖുർആൻ ചോദിച്ച ചോദ്യമാണത്. നിങ്ങൾ ഒന്നുമില്ലായ്മയിൽ നിന്നും ഉണ്ടായി എന്നാണോ നിങ്ങൾ പറയുന്നത്? വിശുദ്ധ ഖുർആൻ തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾ ഒന്നുമില്ലായ്മയിൽ നിന്നും ഉണ്ടായി എന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ഒന്നുമില്ലായ്മയിൽ നിന്നുണ്ടായോ? ആ ചോദ്യത്തിന് ഇന്നും ഈ 21-ാം നൂറ്റാണ്ടായി ശാസ്ത്രം വികസിച്ചു എന്നൊക്കെ പറയണ്ടല്ലോ. ഈ കാലഘട്ടത്തിൽ പോലും ഒരു യുക്തിവാദിക്കും അതിനെ കൃത്യമായ യുക്തിപരമായി ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. എങ്ങനെ ഒന്നുമില്ലായ്മയിൽ നിന്നും എന്തൊക്കെ ഈ പ്രപഞ്ചമുണ്ടായി എന്ന ചോദ്യത്തിന്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ നിലക്ക് ഇതിനെക്കുറിച്ച് കാര്യമായി പഠിക്കാത്ത ആളുകൾക്ക് പോലും സ്വാഭാവികമായി വരുന്ന മറുചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പോലും നിരീശ്വരവാദത്തിന് സാധ്യമാകുന്നില്ല. അതുകൊണ്ടാണ് നിരീശ്വരവാദത്തിന് ഒരു വാദം എന്ന നിലക്ക്, ഒരു പ്രത്യയശാസ്ത്രം എന്ന നിലക്ക് മനുഷ്യരെ സ്വാധീനിക്കാൻ പറ്റാതെ പോകുന്നത്. അപ്പോൾ പിന്നെ ഈ വിഷയമൊക്കെ പറയുമ്പം ചില ആളുകളൊക്കെ പറയും, ശരി നിരീശ്വരവാദമായിക്കോട്ടെ, അതിപ്പോൾ നമുക്കറിയില്ല, എന്നാലും നമ്മൾ പറയുന്നത് അങ്ങനെ നിരീശ്വരവാദിയാവണമെന്നൊന്നുമില്ല. പക്ഷേ ഈ നിരീശ്വരവാദം എന്നൊക്കെ പറഞ്ഞാൽ അതെന്താണ്? ഒരു ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താ? നമ്മൾ ശാസ്ത്രത്തെ വലിയ ഒരു വിജ്ഞാനോപാധിയായി കാണുകയാണ്. ആ ശാസ്ത്രീയമായി ദൈവത്തെ തെളിയിക്കാത്തതുകൊണ്ട് തന്നെ ദൈവമില്ല എന്നുള്ളതാണ് ശരി എന്ന് നമുക്ക് അനുമാനിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ശാസ്ത്രീയമായി ദൈവത്തെ തെളിയിച്ചാൽ ഞങ്ങൾ വിശ്വസിച്ചോളാം എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശാസ്ത്രം എന്താണെന്നോ ദൈവം എന്താണെന്നോ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം എന്താ ഈ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ? സയൻസ്, ഭൗതിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? ശാസ്ത്രം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിനകത്തുള്ളതിനെ കുറിച്ചുള്ള പഠനമാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. ഭൗതിക പ്രപഞ്ചത്തിനുള്ളിലുള്ളതിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു സങ്കേതമാണ്, ഒരു ടൂളാണ് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ശാസ്ത്രത്തിൻ്റെ ഏത് മാർഗങ്ങൾ എടുത്തു നോക്കുക, ശാസ്ത്രീയമായ ഗവേഷണങ്ങൾ നടത്തുന്ന, പരീക്ഷണങ്ങൾ നടത്തുന്ന ഏതും എടുത്തു നോക്കുക, ടെലസ്കോപ്പ് എടുത്തു നോക്കുക, മൈക്രോസ്കോപ്പ് എടുക്കുക, അല്ലെങ്കിൽ ലാബിലുള്ള പരീക്ഷണങ്ങൾ എടുത്തു നോക്കുക, എല്ലാം എന്താണ്? ഭൗതിക പദാർത്ഥങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. ആ ഭൗതിക പദാർത്ഥങ്ങളെക്കുറിച്ചുള്ള ഈ പ്രപഞ്ചത്തിനുള്ളിലുള്ളതിനെക്കുറിച്ചുള്ള പഠനമാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. ഈ ശാസ്ത്രം കൊണ്ട് എന്തിനെ തെളിയിക്കണം എന്നാണ് പറയുന്നത്? ദൈവത്തെ. ദൈവം എന്താ? ദൈവമാരാ? നമ്മൾ പറയുന്നത് പടച്ചവൻ ദൈവം അല്ലാഹു എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിനുള്ളിലുള്ള എന്തെങ്കിലും ഒന്നാണെന്നാണോ നമ്മൾ പറയുന്നത്? അല്ല, പടച്ചവൻ ഈ പ്രപഞ്ചത്തിന് അതീതനാണ് എന്നാണ് അടിസ്ഥാനപരമായ വിശ്വാസം. അതിനപ്പുറത്തേക്ക് പ്രപഞ്ചത്തിനുള്ളിലുള്ള എന്തിനെങ്കിലും ദൈവമായി കാണുന്നുണ്ടെങ്കിൽ ഈ ചോദ്യം പ്രസക്താണ്. എന്തെങ്കിലും ഒരു കാര്യത്തെ, മുള്ളിനെയോ മുരടിനെയോ മൂർഖൻ പാമ്പിനെയോ കാഞ്ഞിര കുറ്റികളെയോ മർക്കുപറകളെയോ ആൽത്തറകളെയോ വിഗ്രഹങ്ങളെയോ ആരെങ്കിലും ദൈവമായി കാണുന്നുണ്ടെങ്കിൽ ശരിയാണ്, അത് പ്രപഞ്ചത്തിനകത്താണ്. ആ പ്രപഞ്ചത്തിനകത്തുള്ള ആ കാര്യങ്ങൾ ദൈവമാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കണമെന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ട്. പക്ഷേ വിശ്വാസികൾ ദൈവമെന്ന് വിശ്വസിക്കുന്നത് ഈ പ്രപഞ്ചത്തിനുള്ളിലുള്ള ഒന്നുമല്ല, മറിച്ച് ഈ പ്രപഞ്ചത്തിനതീതമായ ഒരു അസ്തിത്വത്തെയാണ് പടച്ചവൻ അല്ലാഹു എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ശാസ്ത്രീയമായി ദൈവത്തെ തെളിയിക്കണമെന്ന് പറയുന്ന ആളുകൾ പറയുന്നത് എന്താ? പ്രപഞ്ചത്തിനുള്ളിലുള്ളതിനെ കുറിച്ച് പഠിക്കാൻ പ്രാപ്തമായ ശാസ്ത്രം കൊണ്ട് പ്രപഞ്ചത്തിന് പുറത്തുള്ള ദൈവത്തെ തെളിയിക്കണമെന്ന അടിസ്ഥാനപരമായി യുക്തിയില്ലാത്ത
ഒരു വാദമാണ് അവർ പറയുന്നത്. അവർക്ക് ശാസ്ത്രം എന്താണെന്ന് മനസ്സിലായിട്ടില്ല, ദൈവം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ശാസ്ത്രം എന്താണ്, ദൈവം എന്താണ് എന്നറിയാത്തത് കൊണ്ടാണ് അത്തരത്തിലുള്ള സംസാരങ്ങൾ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇത് ശാസ്ത്രമല്ല, യുക്തിയുമല്ല. ഏറ്റവും വലിയ യുക്തിരാഹിത്യമാണ്, അതുപോലെ തന്നെ ഏറ്റവും വലിയ ശാസ്ത്രവിരുദ്ധതയാണ് യഥാർത്ഥത്തിൽ നിരീശ്വരവാദം എന്ന് പറയുന്നത്. ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല. പല ആളുകളും വിചാരിക്കും ആളുകൾ ഇങ്ങനെ ശാസ്ത്രം പഠിച്ചുകൊണ്ടൊക്കെയാണ് ഈ യുക്തിവാദികളാകുന്നതാണ്. അങ്ങനെ ചില ആൾക്കാർ വിചാരിച്ചിട്ടുണ്ട്, ശാസ്ത്രം പഠിച്ചതുകൊണ്ട് യുക്തിവാദികളാകുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശാസ്ത്രത്തിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ശാസ്ത്രത്തെ വെള്ളവും വളവും നൽകി വളർത്തിയത് വിശ്വാസികളാണ്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ശാസ്ത്രീയമായ ഉപകരണങ്ങൾ ഏതുമെടുത്ത് പരിശോധിച്ച് നോക്കുക, അതിൻ്റെയൊക്കെ കണ്ടുപിടുത്തങ്ങളുടെ തുടക്കം വിശ്വാസികളായിരുന്നു. കാരണം എന്താ? കാരണം വളരെ സിമ്പിളാണ്. വിശ്വാസികൾ പ്രപഞ്ച പഠനത്തെ മനസ്സിലാക്കുന്നത് പടച്ചവന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള പഠനം എന്നാണ്. സൃഷ്ടി പഠനത്തിലൂടെ സൃഷ്ടാവിന്റെ ഔന്നത്യം മനസ്സിലാക്കാൻ പറ്റും എന്നാണ് വിശ്വാസികൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്നൊക്കെ ചരിത്രത്തിൽ നമ്മൾ വായിക്കും, അല്ലേ? ഇബ്നു ഹൈതമിനെ കുറിച്ചും അതുപോലെയുള്ള ഒരുപാട് ജാബിർ ഇബ്നു ഹയ്യാനെ കുറിച്ചുമെല്ലാം നമ്മൾ പലപ്പോഴും വായിക്കാറുണ്ട്. ഇസ്ലാമിക സുവർണ കാലഘട്ടത്തിൽ ജീവിച്ച ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച്. അവർ ഒരേ സമയം മുസ്ലിം പണ്ഡിതന്മാരും മതപണ്ഡിതന്മാരും അതേ സമയത്ത് തന്നെ ശാസ്ത്രജ്ഞന്മാരുമായിരുന്നു. എന്തുകൊണ്ട് അവർ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടു? ശാസ്ത്രം എന്ന് പറയുന്നത് പ്രപഞ്ച പഠനമാണ്. പ്രപഞ്ച പഠനം എന്നുള്ളത് പടച്ചോനറിയാനുള്ള ഒരു വഴിയാണ് എന്നാണ് വിശ്വാസികൾ വിചാരിച്ചത്. എന്നാൽ നിരീശ്വരവാദികൾ എന്താ ചെയ്തത്? നിരീശ്വരവാദികൾ ഇപ്പൊ നേരത്തെ പറഞ്ഞു, ചാർവാകന്മാർ, അവർ പറഞ്ഞത് ഈ കണക്കും അതുപോലെ തന്നെ ശാസ്ത്ര പഠനം എന്നൊക്കെ പറയുന്നത് മനുഷ്യന്റെ സമയം കൊല്ലലാണ് എന്നാണ്. കാരണം അന്നത്തെ കാലത്ത് ശാസ്ത്ര പഠനം എന്ന് പറഞ്ഞാൽ ഒരുപാട് അധ്വാനം ആവശ്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് പെട്ടെന്ന് റിസൾട്ടൊന്നും ഉണ്ടാവില്ല. ഇന്ന് ശാസ്ത്രം എന്ന് പറയുന്നത് പെട്ടെന്ന് പണം നേടാനുള്ള ഒരു വഴി കൂടിയാണ്. എന്നാൽ അന്ന് അങ്ങനെ ആയിരുന്നില്ല. ആ രൂപത്തിൽ ശാസ്ത്രത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ നിരീശ്വരവാദികൾ ശാസ്ത്രത്തോട് പുറംതിരിഞ്ഞു നിൽക്കുകയായിരുന്നു. അവർ പറഞ്ഞത്, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന ഉദ്ദേശ്യം എന്ന് പറയുന്നത് തിന്നുക, കുടിക്കുക, രമിക്കുക, രസിക്കുക എന്നതാണ്. അതിനപ്പുറത്തേക്ക് അനാവശ്യമായ കുറെ ചിന്തയും ആലോചനയൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ശാസ്ത്രത്തോട് പുറംതിരിഞ്ഞു നിന്നവരാണ് യുക്തിവാദികളുടെ അല്ലെങ്കിൽ നിരീശ്വരവാദികളുടെ മുൻഗാമികൾ. പിന്നീട് ശാസ്ത്രം കുറച്ചും കൂടി വികസിച്ച് ടെക്നോളജിയൊക്കെ ഉണ്ടായി, അതിൽ നിന്നും പണം കൊയ്യാമെന്ന ഒരവസ്ഥയുണ്ടായപ്പോൾ മാത്രമാണ് നിരീശ്വരവാദികൾ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെ. അപ്പോൾ ശാസ്ത്രം പഠിച്ചാൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടാൽ നിരീശ്വരവാദിയാകും എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു തരത്തിലും ശരിയല്ല എന്നുള്ളത് ഇത് ഞാൻ പറയുന്നില്ല. മറിച്ച് കേരളത്തിൽ യുക്തിവാദ പ്രസ്ഥാനങ്ങളുമായി നിരീശ്വരവാദ പ്രചരണവുമായി ഒരുപാട് കാലം, പതിറ്റാണ്ടുകളോളം നിരീശ്വരവാദ പ്രചാരണം നടത്തിയ ഒരു വ്യക്തി, ഒരു പക്ഷേ പ്രായമുള്ളവർക്കൊക്കെ വളരെ സുപരിചിതനായിരിക്കും, കെ വേണു. അദ്ദേഹം പിന്നീട് നക്സലൈറ്റ് പ്രസ്ഥാനങ്ങളിലേക്കും അങ്ങനെയൊക്കെ പോയി. ഇപ്പോഴും അദ്ദേഹം ആ രൂപത്തിൽ പല രൂപത്തിലുള്ള ചർച്ചകളിൽ സജീവമാണ്. അപ്പോൾ അദ്ദേഹം പതിറ്റാണ്ടുകളോളം നിരീശ്വരവാദ യുക്തിവാദ പ്രചാരണം നടത്തി. ഇപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് മാറി നിന്നുകൊണ്ട് അദ്ദേഹം പിറകോട്ടാലോചിച്ചുകൊണ്ട് പറയുന്ന ഒരു വാചകമുണ്ട്, അല്ലെങ്കിൽ ചില വാചകങ്ങളുണ്ട്. അതാദ്യം നിങ്ങൾ കേട്ടോളൂ. ഏറെക്കുറെ 2-3 കൊല്ലക്കാലം യുക്തിവാദ ക്യാമ്പുകളിലൊക്കെ അത്തരം വളരെ സജീവമായ യുക്തിവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നൊരു കാലഘട്ടമായിരുന്നു. വി ടി ഭട്ടതിരിപ്പാടിൻ്റെയൊക്കെ നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിൽ തന്നെ അന്ധവിശ്വാസത്തിനെതിരായിട്ടുള്ള പ്രചരണ ജാഥ ഉണ്ടായിരുന്നു. ഞാനതിൽ കുറച്ച് ദിവസങ്ങൾ പങ്കെടുക്കുകയുണ്ടായി. ഏറെക്കുറെ സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലുമൊക്കെയുള്ള അനവധി യുക്തിവാദ ക്യാമ്പുകളിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന ജോലി അന്ന് ഞാൻ ചെയ്തിരുന്നു. അന്ന് യുക്തിവാദി പ്രസ്ഥാനത്തിന് കേരളത്തിലുണ്ടായിരുന്ന സ്വാധീനവും ഒരു വ്യാപ്തിയും ഞാൻ അന്ന് കാണുന്നുണ്ടായി. വളരെ വിപുലമൊന്നും അല്ലെങ്കിലും വലിയൊരു ബഹുജന പ്രസ്ഥാനമൊന്നും അല്ലെങ്കിലും വളരെ സജീവമായിരുന്നു. വളരെ സജീവമായി ജനങ്ങൾക്കിടയിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരായി വലിയ ഇടപെടൽ നടത്താൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു അന്ന് എന്നാണ് ഞാൻ കാണുന്നത്. ഞാൻ 2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും യുക്തിവാദത്തിൻ്റെ യുക്തിവാദവും വിപ്ലവ പ്രസ്ഥാനവും എന്നൊക്കെ പറഞ്ഞിട്ട് ലേഖനം എഴുതിയിട്ടാണ് ഞാൻ നക്സലൈറ്റ് പ്രസ്ഥാനത്തിലേക്ക് മാറുകയൊക്കെ ചെയ്തത്. അത് വേറൊരു കാര്യം. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, അന്ന് യുക്തിവാദി പ്രസ്ഥാനത്തിനുണ്ടായിരുന്ന സ്വാധീനം ഇന്ന് കേരളത്തിലില്ല എന്നാണ്. നിങ്ങളൊരു ചെറിയ സംഘങ്ങൾ, ഓരോ പ്രദേശത്തുള്ള സംഘങ്ങൾ മാത്രമായി മാറിയിരിക്കുന്നു. എന്തുകൊണ്ടുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. ശാസ്ത്രത്തിൻ്റെയും യുക്തിചിന്തയുടെയൊക്കെ വളർച്ചയില്ലാത്തതുകൊണ്ടൊന്നുമല്ല. ലോകത്ത് ശാസ്ത്രം വളരെയധികം വളർന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. പുതിയ കണ്ടെത്തലുകളും ശാസ്ത്രീയമായ വിശദീകരണങ്ങളൊക്കെ സാധ്യമാകുന്ന രീതിയിൽ
മൊത്തത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ നമുക്ക് ഇവിടുത്തെ യുക്തിവാദി പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തലുള്ളത്. ബഹുഭൂരിപക്ഷം ആളുകളും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെയുള്ളവരിപ്പോൾ ശബരിമലയ്ക്ക് പോകുന്നവരും വിശ്വാസികളൊക്കെ മാറി നിൽക്കുന്നു. പാർട്ടിക്ക് ഇപ്പോൾ അങ്ങനത്തെ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർട്ടി അംഗങ്ങൾ മതവിശ്വാസികളാകുന്നതിനെ തടയാനാകാതെ വരുന്നു, അതിനെ അംഗീകരിക്കാൻ നിർബന്ധിതമാകുന്ന അവസ്ഥ വരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ചുറ്റുമുള്ള യാഥാർത്ഥ്യം. ശാസ്ത്രം വളർന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. കാരണം ശാസ്ത്രം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ശാസ്ത്രം വളരുമ്പോഴും മൂപ്പരൊക്കെ വിചാരിച്ചിരുന്നത്, അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ അവരൊക്കെ സ്വപ്നം കണ്ടത്, ശാസ്ത്രം എന്തായാലും വളരുമല്ലോ, അതിൻ്റെ കൂടെ ആളുകൾ നിരീശ്വരവാദത്തിലേക്കും അതുപോലെ തന്നെ യുക്തിവാദത്തിലേക്കൊക്കെ വരുന്നായിരുന്നു അവരൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷേ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. ശാസ്ത്രം വളരുന്നുണ്ട്, എന്നാൽ യുക്തിവാദ പ്രസ്ഥാനങ്ങളും നിരീശ്വരവാദവും ഒക്കെ തളരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. എന്ന് വെച്ചാൽ ഇത് തമ്മിലൊരു ബന്ധമില്ല. ശാസ്ത്രം പഠിച്ചാൽ നിരീശ്വരവാദിയാകുന്നുണ്ടെങ്കിൽ ശാസ്ത്രം ഏറ്റവും മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നിരീശ്വരവാദം കൂടെയായിരുന്നു വേണ്ടത്. അത് അങ്ങനെയല്ല സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, നിരീശ്വരവാദം എന്ന ആശയം അതിന് ശാസ്ത്രവുമായി ബന്ധമില്ല, യുക്തിയുമായും ഒരു ബന്ധവുമില്ല. ഇത് വളരെ കൃത്യമായി അവർ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കേരളത്തിൽ 1970കളിലും 80കളിലൊക്കെ വലിയ ഒരു ചർച്ച നടന്നിരുന്നു. ആ ചർച്ച നടന്നത് യുക്തിവാദികളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിലായിരുന്നു. എന്താ ചർച്ച? നമുക്കറിയാം, കമ്മ്യൂണിസത്തിൻ്റെയും യുക്തിവാദത്തിൻ്റെ ഒക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവനിഷേധം തന്നെയാണ്. അപ്പോൾ ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ചയൊന്നല്ല അവർ തമ്മിൽ നടന്നത്. മറിച്ച് കമ്മ്യൂണിസ്റ്റുകൾ യുക്തിവാദികളോട് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളിങ്ങനെ എപ്പോഴും ദൈവമില്ല 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 എന്ന് പറഞ്ഞ് നടന്നുകൊണ്ട് ഒരു കാര്യമില്ല. അല്ലെ, യുക്തിവാദികളുടെ പ്രധാന പണി അതാണല്ലോ, ദൈവമില്ലാതെ ഇങ്ങനെ ലേഖനം എഴുതുക, പ്രസംഗിക്കുക, സംവാദങ്ങൾ നടത്തുക. അതൊന്നൊരു കാര്യമില്ല. അത് എത്ര കാലം ചെയ്തിട്ടും നിങ്ങൾക്ക് കാര്യമായ ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അല്ലേ, നമുക്ക് കേരളത്തിലെ ചരിത്രം മാത്രം പരിശോധിച്ച് നോക്കിയാൽ മഹാനായ ഡോക്ടർ ഉസ്മാൻ സാഹിബിനെ പോലെയുള്ള മുമ്പ് നിരീശ്വരവാദിയായിരുന്ന പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ അവർ നടത്തിയ തൂലിക സംവാദങ്ങൾ ഇന്നും നമുക്ക് വായിക്കാൻ കിട്ടും. അത്തരം സംവാദങ്ങൾ, അതുപോലെ തന്നെ സ്റ്റേജ് സംവാദങ്ങളൊക്കെ കേരളത്തിൽ നടന്നു. ആ സംവാദങ്ങളിലൊക്കെ സംഭവിക്കുന്നത് എന്താ? ഈ നിരീശ്വരവാദത്തിന്റെ യുക്തിരാഹിത്യം കൂടുതൽ ബോധ്യപ്പെടുക എന്നുള്ളത് മാത്രമാണ് സംഭവിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ അന്ന് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, യുക്തിവാദികൾ ഇങ്ങനെ ദൈവമില്ല ദൈവമില്ല എന്ന് പറഞ്ഞു നടന്നുകൊണ്ട് ഒരു കാര്യമില്ല, മറിച്ച് നമ്മൾ ഇതിൻ്റെ രീതിയൊന്ന് മാറ്റണം, ഈ പ്രവർത്തനത്തിന്റെ രീതിയൊന്ന് മാറ്റണം എന്ന് പറഞ്ഞു വളരെ കൃത്യമായി ഞാൻ കോട്ട് ചെയ്യുകയാണ്. EMS നമ്പൂതിരിപ്പാടിനെ അറിയാത്തവരുണ്ടാകില്ല. അദ്ദേഹത്തിന്റെ മതം ശാസ്ത്രം മനുഷ്യൻ എന്ന ചിന്ത പബ്ലിക്കേഷൻ പുറത്തിറക്കിയ പുസ്തകത്തിന്റെ 51ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള പ്രവൃത്തിയല്ല നമുക്ക് ആവശ്യം, മറിച്ച് മതത്തിന്റെ സാമൂഹിക വേരുകൾ തകർത്തെറിയുക എന്നതായിരിക്കണം നമ്മുടെ പ്രവർത്തനത്തിന്റെ ഉദ്ദേശ്യം. ഇത് കൃത്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കണം. ഇതാണ് ഇന്നത്തെ സംസാരത്തിന്റെ ക്രക്സ്. എന്താ പറഞ്ഞത്? ഏതെങ്കിലും പാർട്ടിയെക്കുറിച്ചോ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചല്ല പറയുന്നത്. എന്താണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും എങ്ങനെയാണ് ഈ സംഭവം, ഈ ചിന്തകൾ, മതരാഹിത്യമടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ തലച്ചോറിലേക്ക്, നമ്മുടെ യുവതലമുറയിലേക്ക് കടന്നു വരുന്നതിൻ്റെ വഴി ഏതാണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. EMS പറഞ്ഞ വാചകം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മതത്തിൻ്റെ സാമൂഹിക വേരുകൾ തകർത്തെറിയുക എന്നതായിരിക്കണം നമ്മുടെ പ്രവർത്തനത്തിന്റെ ഉദ്ദേശ്യം. എന്താ സംഭവം? വളരെ പച്ചക്ക് പറഞ്ഞാൽ, നേരിട്ട് നിരീശ്വരവാദം പറഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല. അത് പറഞ്ഞാൽ ദൈവമില്ലെന്ന് അവരോട് പറഞ്ഞ് സംവദിക്കാൻ പോയാൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധ്യമല്ല. ആളുകൾ കൂടുതൽ കൂടുതൽ ദൈവവിശ്വാസികളാവുകയല്ലാതെ പിന്നെ എന്ത് ചെയ്യണം? മതത്തിൽ വിശ്വസിക്കാൻ മനുഷ്യർക്കുള്ള ചില സാമൂഹികമായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെ ഇല്ലാതാക്കാനുള്ള പണിയാണ് നമ്മൾ എടുക്കേണ്ടത്. ആ പണിയാണ് അന്ന് മുതൽ ഇന്ന് വരേക്കും എടുക്കപ്പെട്ടതും നമ്മുടെ സമൂഹത്തിൽ അതാണ്, അതിൻ്റെ റിസൾട്ടുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആളുകൾ ചില ആളുകൾ നിസ്കരിക്കുന്നില്ലെങ്കിൽ, വെള്ളിയാഴ്ചയും പള്ളിയിൽ കയറുന്നില്ലെങ്കിൽ അത് നിരീശ്വരവാദം ബോധ്യപ്പെട്ടത് കൊണ്ടല്ല. നിരീശ്വരവാദം അങ്ങനെ യുക്തിപരമായി ബോധ്യപ്പെടുത്താൻ കഴിയുമില്ല. ഏറ്റവും വലിയ യുക്തിരാഹിത്യവും അന്ധവിശ്വാസമാണത്. പിന്നെ എന്തേ സംഭവിച്ചത്? പിന്നെ എന്തേ കുറച്ച് ആളുകളെങ്കിലും നോമ്പ് നോൽക്കാതായത്? പിന്നെ എന്തേ ചില ആളുകളെങ്കിലും വെള്ളിയാഴ്ചയും പള്ളിയിൽ കയറാതായത്? മതത്തിന് പ്രസക്തിയില്ലാത്ത ഒരു സാമൂഹിക സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കാനുള്ള വളരെ ബോധപൂർവമായ പരിശ്രമങ്ങൾ അത് ചെറിയ അളവിലെങ്കിലും വിജയിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലെ കാരണം. കേരളത്തെക്കുറിച്ച് നമ്മൾ പൊതുവെ പറയാറുണ്ട്, കേരളം നമ്പർ 1 ആണെന്ന്. അല്ലേ,
കേരളം നമ്പർ 1 എന്നാണ് നമ്മൾ പറയുമ്പോൾ നമ്മൾ പൊതുവെ പറയുന്ന കേരളം അടിസ്ഥാന സൗകര്യങ്ങളുടെ വിഷയത്തിൽ, അതുപോലെ തന്നെ ആരോഗ്യ സംവിധാനങ്ങളുടെ വിഷയത്തിൽ, നമ്മുടെ എഡ്യൂക്കേഷൻ, പ്രൈമറി എഡ്യൂക്കേഷന്റെ വിഷയത്തിൽ, ഇതിലൊക്കെ കേരളം നമ്പർ 1 ആണ് നമ്മൾ പറയും. ശരിയാണ്. ഭൗതികമായ സൗകര്യങ്ങളുടെ വിഷയത്തിൽ നമ്മൾ നമ്പർ 1 തന്നെയാണ്, യാതൊരു സംശയമില്ല. എന്നാൽ ഈ കേരളത്തെക്കുറിച്ച് നമ്മൾ പൊതുവെ സംസാരിക്കാത്ത ചില മറുപുറങ്ങളുണ്ട്. കേരളം എല്ലാ നിലക്കും ഭൗതികമായ പുരോഗതികളിലൂടെ മുന്നോട്ടു പോകുന്നു എന്നുള്ളത് ഒരു പരിധിവരെ ശരിയാണെങ്കിലും മറുഭാഗത്ത് നമ്മൾ കാണാത്ത ചില കാര്യങ്ങളുണ്ട്. അതെന്താ? നമ്മളറിയാതെ നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെ, നമ്മൾ വളരെ ഞെട്ടലോടുകൂടിയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തുള്ള ഒരു കുട്ടിയുടെ കഥ വായിച്ചത്. സ്വന്തം കുടുംബത്തിലെ 5 പേരെ വ്യത്യസ്ത ചെറിയ ഇടവേളയിൽ കൊന്നു തള്ളാൻ ഒരു കുട്ടിക്ക് സാധിച്ചത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. എന്നാലോചിച്ച് നോക്കുക. പെട്ടെന്നുള്ള എന്തെങ്കിലും പ്രകോപനത്തിന്റെ പേരിൽ കൊലപാതകം നടക്കുക എന്നുള്ളതൊക്കെ ഒരു പക്ഷെ സംഭവിച്ചേക്കാം. പക്ഷേ സ്വന്തം ചോരയിൽപ്പെട്ട 5 പേരെ, അത് ഒരാളെ കൊന്ന് ബൈക്കെടുത്ത് ട്രാവൽ ചെയ്ത് കുറച്ച് സമയത്തിന് ശേഷം, ആ സമയത്തൊക്കെ ആ കുട്ടി ആലോചിക്കുന്നുണ്ടാവൂലേ, ചിന്തിക്കുന്നുണ്ടാവൂലേ, ഞാൻ ഒരാളെ കൊന്നിരിക്കുന്നു എന്ന്. എന്നിട്ട് രണ്ടാമത്തെ ഒരാളെ പോയി കൊല്ലുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും 3ാമത്തെ ആളെ കൊല്ലുകയാണ്. ഇതിൻ്റെ ഇടയിൽ തിരിച്ചൊന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുന്ന വാർത്ത നമ്മൾ വായിക്കുകയാണ് അല്ലേ. സ്വന്തം പിതാവിനെ കൊല്ലുന്ന, മാതാവിനെ ചവിട്ടുന്ന മക്കളുടെ വാർത്തകൾ നമ്മൾ വായിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ ചില നമ്മൾ പൊതുവെ ചർച്ച ചെയ്യാത്ത ചില മറുപുറങ്ങളുണ്ട്. സർജ് ഇൻ ഡ്രഗ് കേസസ് ഇൻ കേരള ഇൻ 3 years. 3 വർഷം കൊണ്ട് കേരളത്തിൽ പിടിക്കപ്പെട്ട ലഹരി മരുന്നുകളുടെ കണക്കുകൾ, കേരളത്തിന്റെ ഭൗതിക പുരോഗതികൾ എല്ലാം ശരിവെക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവകരമായി ചർച്ച ചെയ്യേണ്ടതാണ്. മറ്റ് പല സംസ്ഥാനങ്ങളെയും കടത്തിവെട്ടുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ 1ാം സ്ഥാനത്തേക്ക് എത്തുന്ന രൂപത്തിൽ കേരളത്തിൽ ലഹരി മരുന്നുകൾ വ്യാപിക്കുകയാണ്. ലഹരി വ്യാപിക്കുക എന്നത് മാത്രമല്ല, മറിച്ച് മുമ്പൊക്കെ കോളേജിൽ പോകുമ്പോൾ കുട്ടികളെ ശ്രദ്ധിക്കണമെന്നാണ് പറയാം. അത് കുറച്ചുകൂടി ഇങ്ങോട്ട് വന്ന് ഒരു ഹയർ സെക്കൻഡറി ആകുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അതും കഴിഞ്ഞ് ഹൈസ്കൂൾ ആകുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ഇപ്പൊ LP UP പ്രായത്തിലുള്ള കുട്ടികളെ അടക്കം ലഹരിയുടെ വിഷയത്തിൽ ശ്രദ്ധിക്കണേ എന്ന് പറയേണ്ടുന്ന, അവർക്ക് ലഹരി വിരുദ്ധ ക്ലാസുകൾ എടുക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം എത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതൊരു യാഥാർത്ഥ്യമാണ് അല്ലേ. ഭൗതിക പുരോഗതികളെല്ലാം ഉള്ളതോടൊപ്പം തന്നെ ഇത് ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ മുഴച്ചു നിൽക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെയാണ് കുടുംബത്തിന്റെ തകർച്ച എന്ന് പറയുന്നത്. കുടുംബത്തിന്റെ തകർച്ച അല്ലേ. കേരള ഡിവോഴ്സ് കേസസ് റൈസ് ബൈ 40% എന്നാണ്. 40% വിവാഹമോചനങ്ങൾ വർദ്ധിച്ചിട്ടുള്ളത്. വിവാഹമോചനമേ സംഭവിക്കാൻ പാടില്ല എന്നല്ല പറയുന്നത്, മറിച്ച് ഒരു സൊസൈറ്റിയിൽ, ഒരു സമൂഹത്തിൽ ഇത്രമേൽ വ്യാപകമായി വിവാഹമോചനങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അടക്കം പരിചയങ്ങളിലേക്ക് ഒന്ന് ആലോചിച്ചാൽ മതി. കുടുംബ ഛിദ്രതകൾ, പ്രശ്നങ്ങൾ, വിവാഹമോചനങ്ങൾ അങ്ങേയറ്റം വ്യാപിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അതിനർത്ഥം ഈ സമൂഹത്തിന്റെ അടിസ്ഥാന യൂണിറ്റായ കുടുംബത്തിൽ അതിന് ഇളക്കം തട്ടിയിരിക്കുന്നു എന്നതാണ് അർത്ഥം. അതിന് ഇളക്കം തട്ടിയിരിക്കുന്നു എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ മറ്റ് പല വിഷയങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. അബോർഷൻസ് ഇൻ കേരള അത് റൈസ് ചെയ്തത് 76%, 76%. ഗർഭചിത്രം, കുഞ്ഞുങ്ങളെ കൊല്ലൽ, ഗർഭപാത്രത്തിലുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുന്നത്, അത് കേരളത്തിൽ വ്യാപിക്കുകയാണ്. അത് നമ്മൾ നേരിട്ട് കാണുകയാണ്. അതുപോലെ തന്നെയാണ് ആത്മഹത്യകൾ വർദ്ധിക്കുകയാണ്. ആത്മഹത്യകൾ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ സമൂഹത്തിന്റെ മാനസികാരോഗ്യം വേണ്ടതുപോലെ ഇല്ല എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത് നമ്മുടെ കേരളത്തെ മോശമാക്കി പറയാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ നമ്മുടെ നാടിനെ, മലയാളികളെ മോശമാക്കി പറയാനല്ല, മറിച്ച് നമ്മൾ നമ്പർ 1 ആണെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഭൗതികമായ വിദ്യാഭ്യാസപരമായ പുരോഗതികളിൽ നമ്മൾ ഊറ്റം കൊള്ളുന്നതോടൊപ്പം തന്നെ നമ്മളറിയാതെ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചു പോകുന്ന, ഈ സമൂഹത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനങ്ങൾ തകർന്നു പോകുന്ന ചില വിഷയങ്ങൾ നമ്മൾ പലപ്പോഴും അതിനെ ഗൗരവത്തിലെടുക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഈ ചിത്രവും അല്ലെങ്കിൽ ഈ കണക്കുകളൊക്കെ കാണുമ്പോൾ ഒരുപക്ഷെ നമ്മളോട് ബന്ധിപ്പിക്കാതെ ആയിരിക്കാം ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവും. അത് കേരളത്തിൽ ഇങ്ങനെ ആത്മഹത്യ കൂടുന്നുണ്ട്, വിവാഹമോചനം കൂടുന്നുണ്ട്, ലഹരി കൂടുന്നുണ്ട്, കേരളം ശരിയാവാനുണ്ട്. അല്ല, നമ്മൾ ഓരോരുത്തരെ കുറിച്ചുമാണ് ഈ സംസാരിക്കുന്നത്.
നമ്മുടെ കുടുംബങ്ങളിലടക്കം ഇതിൻ്റെ അലയൊലികൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിരീശ്വരവാദത്തെക്കുറിച്ചൊരു പ്രസംഗം നടത്താനല്ല ഞാൻ വന്നത്, മറിച്ച് നമ്മളെ ഓരോരുത്തരെയും ബാധിക്കുന്ന, നമ്മുടെ കുടുംബങ്ങളിലേക്ക് എത്തിയിട്ടുള്ള, അതല്ല നമ്മളെപ്പോലും ബാധിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളുടെ കുടുംബത്തിലേക്ക് നമ്മളെ ഒരല്പനേരം നമ്മുടെ ചിന്ത അതിലേക്കൊന്ന് മാറ്റുക, അല്ലേ? നമ്മുടെ ബന്ധങ്ങളിൽ എത്രത്തോളമാണ് തകരുന്ന ബന്ധങ്ങൾ നമ്മൾ കാണുന്നത്. നമ്മുടെ അകന്ന ബന്ധങ്ങളിലോ ചിലപ്പോൾ അടുത്ത ബന്ധങ്ങളിൽ പോലും പല കുട്ടികളെയും ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകളിൽ വളരെ പ്രയാസത്തോടുകൂടി കേട്ടത് നമ്മൾ കാണുകയാണ്. നമ്മുടെ വീടകങ്ങളിൽ തന്നെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് അശ്ലീലങ്ങളിൽ വ്യാപൃതരാകുന്ന കുട്ടികളെ നമ്മൾ കാണുകയാണ്, അല്ലേ? അനുസരണയില്ലാത്ത മക്കളെക്കുറിച്ച് പരാതി പറയാത്ത രക്ഷിതാക്കൾ വളരെ കുറവാണ്, അല്ലേ? ഇതൊരു യാഥാർത്ഥ്യമാണ്. കേരളത്തെക്കുറിച്ച്, കേരളത്തിൻ്റെ ഭൗതിക പുരോഗതിയെക്കുറിച്ച് ഊറ്റം കൊള്ളുമ്പോൾ തന്നെ ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞാൽ കുറേ ബിൽഡിംഗ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, നല്ല റോഡ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായതുകൊണ്ട് കാര്യമല്ല. അതെല്ലാം വേണം. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഒരു സമൂഹം ഭദ്രമായി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ആ സമൂഹം ഏറ്റവും നല്ല ധാർമ്മികപരമായി മുന്നോട്ട് പോകുന്നതായിരിക്കണം. അതിൻ്റെ ഏറ്റവും അടിസ്ഥാന യൂണിറ്റായ കുടുംബങ്ങൾ ഏറ്റവും സുഭദ്രമായിരിക്കണം. അതുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കുക. അതുകൊണ്ടാണ് പല സാമൂഹ്യ നിരീക്ഷകരും പറഞ്ഞിരുന്നത് കേരളത്തിൻ്റെ ആയുസ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന്. അത് വെറുതെ പറയുന്നതല്ല, മലയാളികൾ എന്ന് പറയുന്ന ഈ സമൂഹത്തിൻ്റെ ആയുസ്സിനെ കുറിച്ച് ചിന്തിക്കണമെന്ന്. ഇത് വെറുതെ നമുക്ക് മാത്രം സംഭവിച്ചൊരു കാര്യമൊന്നല്ല. ഇതേ ചർച്ച ലോകത്ത് പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. നിങ്ങളൊരു പക്ഷേ വാർത്തകൾ വായിക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ജപ്പാന്റെ പ്രധാനമന്ത്രി കരഞ്ഞുകൊണ്ട് മീഡിയകൾക്ക് മുമ്പിൽ ജപ്പാനിലെ ജനതയോട് പറഞ്ഞൊരു കാര്യം, ജപ്പാൻ 100 വർഷത്തിനുള്ളിൽ ജപ്പാൻ എന്ന് പറയുന്ന സമൂഹം തന്നെ ഇല്ലാതാകാൻ പോകുന്നു എന്നാണ്. എന്താ സംഭവിച്ചത്? വല്ല യുദ്ധം വരുമോ? അല്ല. യുദ്ധമോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രകൃതി പ്രശ്നങ്ങളോ ഒന്നും അല്ല വരാൻ പോകുന്നത്, മറിച്ച് ആ സമൂഹം തകരാൻ പോകുന്നു എന്നാണ്. സമൂഹം തകരാൻ പോകുന്നു. ചൈന, അതുപോലെ തന്നെ റഷ്യ, അതുപോലെ തന്നെ വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങൾ, പല രാജ്യങ്ങളുടെയും രാഷ്ട്രത്തലവന്മാർ കണ്ണീരോടുകൂടി ആ രാജ്യത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നിങ്ങൾ കുടുംബത്തിന് പ്രാധാന്യം നൽകണേ എന്ന് പറയുന്ന ഒരവസ്ഥ. ചൈനയിൽ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക മന്ത്രാലയം ഉണ്ടാക്കുകയാണ്. അതുപോലെ തന്നെ റഷ്യയിൽ കുടുംബ ബന്ധങ്ങളും അത് സുഭദ്രമാക്കാൻ വേണ്ടി പ്രത്യേക മന്ത്രാലയം ഉണ്ടാക്കണം. കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കണം, അത് ആ രൂപത്തിൽ സമൂഹത്തെ ഭദ്രമാക്കണം, കുടുംബ വ്യവസ്ഥ അത് തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സമൂഹങ്ങളെല്ലാം തിരിഞ്ഞു നടക്കുകയാണ്. അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഭീകരമായി നമ്മുടെ കേരളവും വലിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ രാജ്യങ്ങൾ പോലും, നമ്മൾ ഈ പാശ്ചാത്യ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, വികസന രാജ്യങ്ങൾ എന്നൊക്കെ പറയുന്ന ആ രാജ്യങ്ങൾ പോലും അതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് വിഷയമെന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോഴും കേരളം അല്ലെങ്കിൽ മലയാളികൾ അതിനെക്കുറിച്ചുള്ള ഗൗരവകരമായ ആലോചനകളിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ഞാൻ പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, ലഹരിയുടെ വിഷയം പറഞ്ഞു, അശ്ലീലങ്ങളെക്കുറിച്ച്, ആഭാസങ്ങളെക്കുറിച്ച്, വൃത്തികേടുകളെക്കുറിച്ച് പറഞ്ഞു. ഇതൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് മനസ്സിലേക്ക് തോന്നും, ലഹരിയും അതുപോലെ തന്നെ അശ്ലീലങ്ങളും ആഭാസങ്ങളും വൃത്തികേടുകളൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. ഈ ഇവിടെയുള്ള പ്രായമുള്ളവർ പറയട്ടെ, പഴയ കാലത്തും അശ്ലീലം ആസ്വദിക്കുന്നവരുണ്ടായിട്ടില്ലേ? ഉണ്ട്. പഴയ കാലത്തും ലഹരി ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. പക്ഷേ എന്താണ് വ്യത്യാസം? ഇത്രമേൽ ഗൗരവകരമായി ഈ വിഷയം പറയാൻ മാത്രം എന്താണ് ഇന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത്? സമൂഹത്തിലും കുടുംബത്തിലുമൊക്കെ തെറ്റായ പ്രവണതകൾ എക്കാലവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഈ കാലഘട്ടത്തിൽ, പുതിയ കാലഘട്ടത്തിൽ അത് ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരവസ്ഥ നമ്മൾ കാണുകയാണ്. ക്രമാതീതമായി അത് വർദ്ധിക്കുകയാണ് എന്ന് മാത്രമല്ല, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വാർത്തകൾ നമ്മൾ കേൾക്കുകയാണ്. നമ്മൾ ഞെട്ടിപ്പോവാൻ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെ വീടുകളിൽ നിന്ന് അത്തരം വാർത്തകൾ കേൾക്കാൻ ഒന്നും വേണ്ട. നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ പലപ്പോഴും നമ്മളെ വല്ലാതെ പ്രയാസപ്പെടുത്താറുണ്ട്. എങ്ങനെയാണിത് സംഭവിച്ചത്? ഇതിൻ്റെ കാരണം വളരെ സിമ്പിളാണ്. മുമ്പ് തിന്മകൾ തെറ്റായിരുന്നു, ഇന്നത് അവകാശങ്ങളാണ് എന്നതാണത്. പണ്ടും ലഹരിയുണ്ടായിരുന്നു, ഇന്നും ലഹരിയുണ്ട്. പണ്ടും ലൈംഗിക വൈകൃതങ്ങൾ ഉണ്ടായിരുന്നു, ഇന്നും അതുണ്ട്. പണ്ടും അവിഹിതങ്ങൾ ഉണ്ടായിരുന്നു, ഇന്നും അതുണ്ട്. പക്ഷേ വ്യത്യാസം എന്ന് പറയുന്നത്, പണ്ട് തിന്മകൾ തെറ്റായിരുന്നു,
തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു ആളുകൾ അത് ചെയ്തിരുന്നത്. എന്നാൽ ഇന്നത് അവകാശങ്ങളാണ് എന്ന് വാദിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയോ, കേരളത്തിൽ, ഞാൻ വേറെ എവിടെയെങ്കിലുള്ള കാര്യമല്ല പറയുന്നത്, കേരളത്തിൽ നമ്മുടെ മലയാളികൾക്കിടയിൽ നമ്മുടെ ക്യാമ്പസുകളിൽ, കോളേജുകളിൽ പോൺ ഡേകൾ ആചരിക്കപ്പെടുന്നുണ്ട്. പോൺ എന്ന് പറഞ്ഞാൽ നീലചിത്രം. ആ നീലചിത്രത്തിനു വേണ്ടി ഒരു ദിവസം അലോട്ട് ചെയ്യുകയും ആ ദിവസം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ദിനാചരണം നടക്കുകയും ചെയ്യുന്നത് യൂറോപ്പിലോ അമേരിക്കയിലോ അല്ല, നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ, മലയാളത്തിൽ, നമ്മുടെ ക്യാമ്പസുകളിൽ മാസ്റ്റർബേഷൻ ഡേകൾ നടക്കുന്നുണ്ട്. അറിയോ? മാസ്റ്റർബേഷൻ ഡേ, സ്വയംഭോഗ ദിവസം ആചരിക്കപ്പെടുന്നത് നമ്മുടെ കേരളത്തിലാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? അന്ന് ബോധവൽക്കരണം കേട്ടാൽ നമ്മൾ വിചാരിക്കേണ്ട സ്വയംഭോഗമൊന്നും ചെയ്യരുത് എന്നുള്ള ബോധവൽക്കരണമായിരിക്കും. അല്ല, സ്വയംഭോഗം എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് ആളെ വിളിച്ച് ക്ലാസ് എടുക്കുകയാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, വളരെ കൃത്യമായിക്കൊണ്ട് തന്നെ പോസ്റ്റർ അടിച്ച് ആഘോഷിച്ച ദിവസങ്ങളായത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുമ്പും ആളുകൾ തിന്മകൾ ചെയ്തിരുന്നു, പക്ഷേ അന്നത് തെറ്റായിരുന്നു, ഇന്നത് അവകാശങ്ങളാണ്. ഇതാണ് പ്രശ്നം. മുമ്പ് ആളുകൾ അശ്ലീലം ആസ്വദിച്ചിരുന്നു, അല്ലെ? ആരും കാണാതെ ഒരു CD ഒപ്പിച്ച് ആളില്ലാത്ത ഏതെങ്കിലും വീട്ടിൽ പോയി ആരും കാണാതെ ആസ്വദിച്ചിരുന്ന കാര്യം ഇന്ന് സ്വന്തം റൂമിൽ, സ്വന്തം മൊബൈലിൽ, സ്വന്തം സ്ക്രീനിൽ അത് ലഭ്യമാണ് എന്ന് മാത്രമല്ല, അതെന്തേ, അത് ശരിയല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളാരാ ചോദിക്കാനെന്ന് തിരിച്ചു ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. മുമ്പൊക്കെ ആളുകൾ തിന്മ ചെയ്യുന്നുണ്ടെങ്കിലും അവരത് ഒരു പ്രശ്നം പോലെയായിരുന്നു മനസ്സിലാക്കിയിരുന്നത്. ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, ആളുകൾ കാണാൻ പാടില്ലാത്തൊരു കാര്യമാണ്, ആളുകൾ അറിഞ്ഞാൽ മോശമാണ്, ഇതായിരുന്നു ചിന്ത. പക്ഷെ ഇന്ന് ആളറിഞ്ഞാൽ എന്താ? ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങളാരാ ചോദിക്കാൻ, നിങ്ങൾക്കെന്താ കുഴപ്പം എന്നാണ് ചോദ്യം. ഇതാണ് ഇതിന്റെ അടിസ്ഥാന പ്രശ്നം. മുമ്പ് സദാചാരം എന്ന് പറയുന്നത് നല്ല നടപ്പ് എന്നാണ്. സദാചാരം എന്ന് പറഞ്ഞാൽ എന്താ? ആചാരം, നല്ല നടപ്പ്, അല്ലേ? എന്നാൽ ഇന്ന് സദാചാരം എന്ന വാക്ക് പോലും ഒരു പക്ഷേ പുതിയ തലമുറക്കൊക്കെ കേൾക്കുന്നത് തന്നെ ഒരു ഔട്ട്ഡേറ്റഡ് ആയ, ഒരു താല്പര്യമില്ലാത്ത ഒരു വിഷയമായി മാറുകയാണ് സദാചാരം, അല്ലേ? കേരളത്തിലൊരു ക്യാമ്പസിന്റെ പുറത്ത് വലിയൊരു ബാനർ പുറത്ത് ഉണ്ടായി. എന്താ ആ ബാനർ എന്ന് പറയുന്നത്? സദാചാരം പടിക്ക് പുറത്ത് എന്നാണ്. കേരളത്തിലൊരു ക്യാമ്പസിൽ ഏറ്റവും വലിയ രൂപത്തിൽ ആ ക്യാമ്പസിലേക്ക് കടക്കുന്ന മെയിൻ ഗേറ്റിൽ എഴുതി വെച്ചിട്ടുള്ള വാചകങ്ങളാണ് സദാചാരം പടിക്ക് പുറത്ത് എന്ന്. സദാചാരം, നല്ല നടപ്പ് ക്യാമ്പസിന്റെ പുറത്തു മതി, ഇങ്ങോട്ട് ഉള്ളിൽ വേണ്ട എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം, പ്രത്യേകിച്ച് യുവതലമുറ മാറുകയാണ്. ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇത്രയും പറഞ്ഞാൽ ഒരുപക്ഷെ പ്രായമുള്ളവർക്കൊന്നും ഈ വിഷയത്തിൻ്റെ ഗൗരവം ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാവില്ല. അങ്ങനെ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ യുവാക്കളോട്, ക്യാമ്പസിൽ പഠിക്കുന്ന നമ്മുടെ യുവതലമുറയോട് പുതിയ വിഷയങ്ങളെക്കുറിച്ചൊന്ന് ചോദിച്ചാൽ മാത്രം മതി, അവരോട് അഭിപ്രായം ചോദിച്ചാൽ മാത്രം മതി. ഞാൻ അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങളിലൂടെ പെട്ടെന്ന് പോവാൻ ഞാനിവിടെ ചോദിക്കുകയാണ്. മേലാറ്റൂരങ്ങാടിയിലുള്ള, അല്ലെങ്കിൽ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാകട്ടെ, ഇനി മതത്തിൽ വിശ്വസിക്കാത്തവരാകട്ടെ, ആരും ആകട്ടെ, അവിഹിത ബന്ധങ്ങളെക്കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താ? അവിഹിത ബന്ധങ്ങളെക്കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാം? ഏതു മതമാകട്ടെ, അല്ലെങ്കിൽ മതമില്ലാത്ത അവസ്ഥയിലുള്ളവരാകട്ടെ, നമുക്ക് പൊതുവെ പറയില്ല, അവിഹിതം എന്ന് പറഞ്ഞാൽ അതത്ര നല്ലതല്ല, അല്ലേ? എന്നാൽ യുവതലമുറയോട് അത് ചോദിച്ചാൽ, ഞാൻ പറയുന്നത് എല്ലാ യുവാക്കളും ഇങ്ങനെയാണെന്നല്ല കേട്ടോ, എല്ലാ യുവാക്കളും ഇങ്ങനെയാണെന്നല്ല പറയുന്നത്, മറിച്ച് നമ്മുടെ ക്യാമ്പസുകളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ചോദിച്ചാൽ ഇപ്പോൾ വരുന്ന ഉത്തരങ്ങളിൽ ചിലത് നിങ്ങൾ കേട്ടോളൂ. അവിഹിതം അത് നല്ലതാണോ എന്നാണ് ചോദ്യം, അതിനുള്ള ഉത്തരം കേട്ടോളൂ. അത് ഓരോരുത്തരുടെ അഭിപ്രായമല്ലേ, ഓരോരുത്തരുടെ ഫീലിങ്സും അതുപോലെ ഇമോഷൻസും അല്ല. അപ്പം അത് നമ്മൾ കൈയെടുത്തേണ്ട ആവശ്യമില്ല. കാരണം അത് ഓരോരുത്തരുടെ ക്യാരക്ടർ, ഓരോരുത്തരുടെ ഫീലിങ്സ് അനുസരിച്ചുള്ള കാര്യം. അതിലിപ്പം വേറെ ഒരാൾ ഇടപെടുക എന്ന് വെച്ചാൽ വേറൊരു വിഷയമായി തീരും. അതല്ല, ഓരോരോ റൈറ്റ്സ് ആണല്ലോ. പിന്നെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് അല്ലേ അത്. അതിൽ ഇപ്പോൾ ചിലർക്ക് അങ്ങനത്തെ മൈൻഡുള്ളവരായിരിക്കാം. ഇല്ല. കല്യാണത്തിന് ശേഷം അത്തരത്തിലുള്ള ബന്ധങ്ങൾ പുലർത്തേനെ എന്താ പറ്റിയ അഭിപ്രായം?
വലിയ അഭിപ്രായമല്ല, എന്നാലും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. പക്ഷെ ഓരോരുത്തരുടെ കംഫർട്ടാണല്ലോ. ചിലപ്പോൾ നമുക്ക് ആ ഒരു പാർട്ണറിൽ നിന്ന് വിചാരിച്ചതിൽ കംഫർട്ട് കിട്ടണമെന്നില്ല, ചിലപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ പോകുന്നുണ്ട്. ബട്ട് നമ്മുടെ ഒരു പൊതുവേ ഒരു ധാരണ വെച്ചിട്ട് അത് ലൈക്ക് നമുക്ക് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പേഴ്സണൽ ഒപ്പീനിയൻ ഇഫ് ദറ്റ് പേഴ്സൺ ഇസ് നോട്ട് കംഫർട്ട് ബെറ്റർ വേറെ ആളെ ചൂസ് ചെയ്യുക. ബട്ട് അത് ഡിവോഴ്സ് ചെയ്തതിന് ശേഷം വേറെ ആളെ ചൂസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ബെറ്റർ. അത് ഓരോ ആൾക്കാരുടെ ഇഷ്ടമല്ലേ, എനിക്ക് താല്പര്യമില്ല, ഓരോ ആൾക്കാരുടെ ചോയ്സ്. അപ്പോൾ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം. അവരുടെ ഉത്തരം മാത്രമല്ല, ആ ഉത്തരത്തിൻ്റെ പാറ്റേൺ നമ്മൾ ശ്രദ്ധിക്കണം. എന്താ അവിഹിതം എന്ന് പറയുന്ന വിവാഹപൂർവമോ അല്ലെങ്കിൽ വിവാഹശേഷമോ ഉള്ള മറ്റു ബന്ധങ്ങളെക്കുറിച്ചാണ് ചോദ്യം. അതിൽ പൊതുവേ വരുന്ന ഉത്തരത്തിൻ്റെ ഒരു പാറ്റേൺ എന്താ? അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ഇത് നമ്മൾ വിചാരിക്കും ഈ അവിഹിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു കാഴ്ചപ്പാടായിരിക്കും അല്ലേ, അവിഹിതം വലിയ പ്രശ്നമില്ല എന്ന് പൊതുസമൂഹം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായതായിരിക്കാമെന്ന് നമ്മൾ വിചാരിക്കാം. പക്ഷേ നമ്മൾ വേറൊരു ചോദ്യം ചോദിച്ചു നോക്കാം. വേറൊരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അവിഹിതത്തിനും അപ്പുറത്ത് ഈ വിവാഹത്തിന് മുമ്പ് പ്രസവിക്കുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? വിവാഹം കഴിഞ്ഞിട്ടാണല്ലോ കുടുംബം ഉണ്ടായതിനു ശേഷമാണല്ലോ കുട്ടികളൊക്കെ ഉണ്ടാവുക. വിവാഹത്തിന് മുമ്പേ കുട്ടികൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം ചോദിച്ചു നോക്കുക, അവർ പറയട്ടെ. അത് ഓരോരുത്തരുടെ ചോയ്സാണ്. ചോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫീമെയിലിന് തീരുമാനിക്കാം അവരുടെ ബോഡി, അവരുടെ മൈൻഡ്. സോ അതിന് മറ്റുള്ള ആൾക്കാരുടെ കൺസേണും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കല്യാണത്തിന് മുമ്പാണെങ്കിൽ ഒക്കെ വെച്ചിട്ടാണെങ്കിൽ അത് നോർമലായി തുടങ്ങി. പക്ഷെ കേരളത്തിലൊരു ചിന്താഗതി വെച്ചിട്ടാണ് ഇപ്പോഴും അങ്ങനെയൊന്നും ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഇത് സൊസൈറ്റി അത്രത്തോളം വളർന്നിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷേ അതൊക്കെ ഒരു ടീനേജ് കഴിഞ്ഞപ്പോൾ 18 വയസ്സിന് ശേഷമാണെങ്കിൽ അതൊക്കെ അയാളുടെ ചോയ്സാണ്. എങ്ങനെയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇപ്പം മാരേജ് കഴിഞ്ഞിട്ടാണോ സെക്ഷൽ റിലേഷൻഷിപ്പ് വേണ്ടത്, അല്ലെങ്കിൽ അതിന് മുന്നേ വേണോ എന്നുള്ളതൊക്കെ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെർസ്പെക്റ്റീവ് മാത്രമാണ്. പ്രഗ്നൻ്റ് ആവാൻ വിവാഹം കഴിക്കണം എന്ന് നിർബന്ധമില്ലല്ലോ. അപ്പോൾ അത് അവരുടെ ബേസിക് അവരുടെ പേഴ്സണൽ താല്പര്യമാണ്. അപ്പോൾ നേരത്തെ ചോദിച്ചതും ഈ ചോദിച്ചതിൻ്റെയും ഉത്തരങ്ങൾ തമ്മിലുള്ള സാമ്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം ചിലപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ എന്താപ്പോൾ ഇത് പറയുന്നത്, വിവാഹത്തിൻ്റെ പുറത്ത് കുട്ടി ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ അതിന് മുമ്പോ അതിന് ശേഷമോ വിവാഹത്തിൻ്റെ പുറത്ത് കുട്ടികൾ ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതും എന്താണ്, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ എന്നാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ഈ ന്യായമാണ് അടിസ്ഥാനപരമായി ഏത് കാര്യത്തിലും ഇവർക്കുള്ളത്. ഏത് കാര്യവും. ഇനി നമുക്ക് ചോദിച്ചു നോക്കാം, ഇതിപ്പം അവിഹിതം ഓരോരുത്തരുടെ ഇഷ്ടം, വിവാഹത്തിന് മുമ്പ് കുട്ടികൾ ഉണ്ടാവുക അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഇനി ആണും തമ്മിൽ, പെണ്ണും തമ്മിൽ ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതിനെ കുറിച്ച് ചോദിച്ചാൽ എന്താ ഉത്തരം? ഇതുപോലെ തന്നെ കേട്ടോളൂ. അതൊരിക്കലും നശിപ്പിക്കത്തില്ല. അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളല്ലേ, അവർക്കും ജീവിക്കണ്ടേ, അവരുടെ ലൈഫാണ്, അവർക്ക് എൻജോയ് ചെയ്യണം. അവരും ജനിച്ചില്ലേ, അവരുടെ ഓരോ ക്യാരക്ടർ അവർക്ക് അങ്ങനെയാണ് തോന്നുന്നെങ്കിൽ ഇറ്റ്സ് ഓഫ് കോഴ്സ് ഫൈൻ, അവരുടെ ലൈഫ്. അത് നാടിനെയും നാട്ടുകാരെയും ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, കുഴപ്പമില്ല. അത് അവരുടെ ഇഷ്ടമല്ലേ, എന്ത് ചെയ്യണം, എങ്ങനെ നടക്കണം, ആരെ കല്യാണം കഴിക്കണം, കല്യാണം കഴിക്കണ്ട എന്നുള്ള അവരുടെ ഇഷ്ടമല്ലേ. അത് നമ്മൾ ചോദ്യം ചെയ്യണ്ടല്ലോ. ഒരിക്കലും ഇല്ല. അത് അവരുടേതായിട്ട് ഓരോ ഇൻഡിവിജ്വലിനും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളുണ്ടല്ലോ. ഇത് അവരുടെ ഇഷ്ടമാണ്. സോ അതിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. അത് ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ. ഇപ്പം നമ്മുടെ പേഴ്സണാലിറ്റീനെ നമ്മൾ അറിയുമ്പോൾ ഇപ്പം നമുക്ക് ഏതാ ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ തിരിയുന്നു. അത് അവരുടെ അഭിപ്രായവും അവരുടെ താല്പര്യം. സംസ്കാരമായിട്ട് വല്ല ബന്ധമുണ്ടോ? അത് സംസ്കാരമായിട്ടും ബന്ധപ്പെടേണ്ടതായിട്ട് തോന്നിയിട്ടില്ല. അത് സംസ്കാരം എന്ന് പറയുന്നത് അത് നമ്മുടെ ഇഷ്ടമല്ലേ, അതിന് സംസ്കാരമായിട്ട് ബന്ധപ്പെടേണ്ടതായിട്ട് തോന്നിയിട്ടില്ല. ലവ് ഈസ് ഓൾവേസ് ലവ്, അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇപ്പോൾ നമ്മുടെ സംസ്കാരം മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാത്തിനും ഒരു അച്ചിൽ വാർത്തതുപോലുള്ള ഉത്തരമാണ്. ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഈ ഉത്തരങ്ങൾ യാദൃശ്ചികമല്ല. ഇത് ഏതെങ്കിലും ഒരു കുട്ടിക്ക് തോന്നിയ ഉത്തരം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് തോന്നിയ ഉത്തരമൊന്നുമല്ല. മറിച്ച് ഇതൊരു ചിന്താഗതിയാണ്. ഇതൊരു ചിന്താഗതിയാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ എന്ന ഒരു ചോദ്യം, അത് യാദൃശ്ചികമായി ഏതോ ചില കുട്ടികൾക്ക് മാത്രം തോന്നുന്ന ഒരു കാര്യമല്ല. ഇതിപ്പോൾ ഞാൻ സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് മാത്രം ഇവിടെ ചുരുക്കാൻ. പക്ഷേ ഇങ്ങനെയുള്ള നമ്മൾ വളരെ വൃത്തികേടാണെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ചോദിച്ചാൽ യുവതലമുറക്കുള്ള ഉത്തരം ഇതേ ഉത്തരം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ഇവിടെയാണ് എങ്ങനെയാണ് ഇത്തരമൊരു ചിന്ത യുവതലമുറയിലേക്കും പുതിയ തലമുറയിലേക്കും വന്നത് എന്ന പരിശോധന നമ്മൾ നടത്തേണ്ടത്. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അടിസ്ഥാന ചില വിശ്വാസങ്ങളാണ്. അതെന്താണ്? ജീവിതം പരമാവധി ആസ്വദിക്കാനുള്ളതാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ അത് പരമാവധി ആസ്വദിക്കാനുള്ളതാണ്. എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം
എനിക്കുണ്ട്. എൻ്റെ ജീവിതം, എൻ്റെ തീരുമാനങ്ങൾ, ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും, ആരും ഇടപെടേണ്ടതില്ല. ഈ ചിന്തയാണ്, ഈ ആദർശമാണ് ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കെല്ലാം ഇവരെ കൊണ്ട് ഉത്തരം പറയിപ്പിച്ചത്, ഇങ്ങനെ ഉത്തരം പറയിപ്പിച്ചത്. ഈ അവിഹിതം തെറ്റല്ല, വിവാഹത്തിൻ്റെ പുറത്ത് കുട്ടികൾ ഉണ്ടാകുന്നത് തെറ്റല്ല എന്ന് പറയുന്ന ആൾക്കാരൊക്കെ അങ്ങനെ അവിഹിതമായിട്ട് നടക്കുന്ന എല്ലാ വൃത്തികേടുകളും ചെയ്യുന്നവരൊന്നും ആയിക്കൊള്ളുന്നില്ല. എങ്കിൽ പോലും അവരുടെ ഉത്തരങ്ങൾ ഇതാണ്. ഉദാഹരണത്തിന് സ്വവർഗരതി അല്ലേ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത രൂപത്തിൽ ഉറപ്പിച്ചു പറയാൻ സാധിക്കും. സ്വവർഗരതി എന്ന് പറയുന്നത് ഹറാം എന്ന് മാത്രമല്ല, ഫാഹിഷത്താണ് അല്ലേ, മ്ലേച്ഛവൃത്തിയാണ് സ്വവർഗരതി എന്ന് പറയുന്നത്, യാതൊരു സംശയമില്ല. ഒരു പ്രവാചകന്റെ ആ കാലഘട്ടത്തിലുള്ള ആളുകളെ തന്നെ നശിപ്പിക്കാൻ മാത്രം, ഒരു സമൂഹത്തെ തന്നെ നശിപ്പിക്കാൻ മാത്രം ഗൗരവകരമായ തിന്മയായിട്ടാണ് സ്വവർഗരതിയെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇത് നമ്മൾ നമ്മുടെ കുടുംബത്തിലേക്കൊന്ന് പോയി പറഞ്ഞു നോക്കുക, നമ്മുടെ ഖുർആൻ ക്ലാസ്സിൽ നമ്മളൊന്ന് ഇത് പറഞ്ഞു നോക്കുക. അപ്പം എന്താ മറുപടി? എന്താ? ആയിക്കോട്ടെ, ഞാൻ സ്വവർഗരതിയൊന്നും ചെയ്യുന്നില്ല, പക്ഷേ ചെയ്യുന്നവർക്ക് അവരുടെ ഇഷ്ടമല്ലേ. നമ്മൾ ആരെയും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ പോയിട്ട് ആക്രമിക്കുന്ന കാര്യമൊന്നുമല്ല കേട്ടോ പറയുന്നത്. ഇത് ചെയ്യാത്ത ആളുകൾക്ക് പോലും അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ എന്ന ചിന്ത എങ്ങനെ ഉണ്ടാകുന്നു? ആ ചിന്തയാണ് യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത്. ശരിയും തെറ്റും അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരുത്തരും തീരുമാനിക്കട്ടെ എന്ന് പറയുന്ന ചിന്തയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു രോഗത്തിന് അതിൻ്റെ രോഗലക്ഷണങ്ങൾ ഉണ്ടാകും അല്ലേ. നമ്മൾ എപ്പോഴെങ്കിലും ഈ രൂപത്തിലുള്ള ചില വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നമ്മളൊന്ന് നോക്കുക. ശരിയും തെറ്റുമൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടല്ലേ. ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൽ രാഷ്ട്രമോ കുടുംബമോ മതമൊന്നും ഇടപെടാൻ പാടില്ല. അതുപോലെ തന്നെ എൻ്റെ ജീവിതം എങ്ങനെ ജീവിക്കണം എന്ന് ഞാൻ തീരുമാനിക്കും. ഇങ്ങനെയുള്ള ഡയലോഗ് നമ്മളോ അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ രോഗത്തിൻ്റെ ലക്ഷണമാണ്. ഇത് ഈ രോഗത്തിൻ്റെ ലക്ഷണമാണ്. അത് പല രൂപത്തിലാണ് അത് പുറത്തേക്ക് വരിക. നമ്മുടെ കുട്ടികളൊക്കെ ചിലപ്പോൾ ചില ടീഷർട്ടുകളൊക്കെ ഇടുന്നത് നമ്മൾ കാണും, യോ ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. സംഭവം എന്താ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അവർക്കും മനസ്സിലായിക്കൊള്ളുന്നില്ല. യോ ലോ എന്താ? യു ഓൺലി ലിവ് വൺസ്, നിങ്ങൾ ഒറ്റ തവണ ജീവിക്കുള്ളൂ, അതുകൊണ്ട് പരമാവധി ആസ്വദിച്ചോളൂ എന്നാ പറയുന്നത് അല്ലേ. അവരുടെ സ്റ്റാറ്റസുകളിൽ ചിലപ്പോൾ നമ്മൾ കാണും മൈ ബോഡി മൈ ചോയ്സ്, എൻ്റെ ശരീരം എൻ്റെ അവകാശം. കേൾക്കുമ്പോൾ ഭയങ്കര വിപ്ലവകരമായ എന്തോ സംഭവമാണെന്നാണ് നമ്മൾ വിചാരിക്കുക. ചിലപ്പോൾ നമ്മളും പോയിട്ടൊരു ലൈക്ക് കൊടുക്കും, ആ നല്ല കാര്യം, മൈ ബോഡി മൈ ചോയ്സ്. എന്താ പറയുന്നത്? എനിക്ക് ഞാൻ തോന്നിയ പോലെ ജീവിക്കുന്നാണ് പറയുന്നത് അല്ലേ. അതേപോലെ തന്നെ മൈ ലൈഫ് മൈ റൂൾസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ തലമുറ അവരുടെ സ്റ്റാറ്റസുകളിലൂടെ അവർ കൺവേ ചെയ്യുന്ന ആശയം, അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ലിബറലിസം എന്ന് പറയുന്ന ആശയം. എന്താണ് ആ ലിബറലിസം എന്ന് പറഞ്ഞാൽ? ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു പാരഗ്രാഫ് നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും കൊണ്ടുവരിക. മതത്തിൻ്റെ സാമൂഹിക വേരുകൾ തകർത്തെറിയുക എന്നതായിരിക്കണം ഈ പ്രവർത്തന ഉദ്ദേശം. അതാണ് സംഭവം. ലിബറലിസം എന്നുള്ളതിൻ്റെ തത്വശാസ്ത്രപരമായ കുറേ കാര്യങ്ങളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അതിൻ്റെ വേദിയുമല്ല ഇത്. മറിച്ച് സിമ്പിളായിട്ട് പറയാം, എന്താണ് ഈ ലിബറലിസം എന്ന് പറയുന്നത്? അത് മതത്തിൽ വിശ്വസിക്കാൻ ആവശ്യമായ സാമൂഹിക കാരണങ്ങളെ ഇല്ലാതാക്കുക, അതിനെ അപ്രസക്തമാക്കുക. അങ്ങനെ ഒരു സമൂഹ സൃഷ്ടിയിലൂടെ മനുഷ്യരെ മതത്തിൽ നിന്നും അകറ്റുക എന്നതാണ് അടിസ്ഥാനപരമായി ഇത്. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്? അതിൻ്റെ കാരണം വളരെ സിമ്പിളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മതത്തെ നേരിട്ട് എതിർത്ത് തോൽപ്പിക്കാൻ, യുക്തിപരമായി അതിനോട് സംവദിച്ച് തോൽപ്പിക്കാൻ സാധ്യമല്ല എന്ന് അവർ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ദൈവം ഉണ്ടോ എന്നുള്ള ചർച്ചയ്ക്ക് ഒരു നിരീശ്വരവാദിയെ കിട്ടാൻ ചിലപ്പോൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട അവസ്ഥയാണ്. ഒരാളും തയ്യാറാവുന്നില്ല. അല്ലെങ്കിൽ അടിസ്ഥാനപരമായി നിരീശ്വരവാദത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരാളെയും നമുക്ക് കാണാൻ പറ്റുന്നില്ല. മതത്തെ കുറ്റം പറഞ്ഞിങ്ങനെ നടക്കുക എന്നല്ലാതെ. എന്തേ കാരണം? അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് ഇതൊരു അടിസ്ഥാനമില്ലാത്ത വിശ്വാസമാണ്, ഒരടിസ്ഥാനമില്ലാത്തൊരു കാര്യമാണ് എന്ന് അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ആശയപരമായി മതത്തെ, അതിൻ്റെ അടിസ്ഥാനങ്ങൾ എതിർക്കാൻ സാധ്യമല്ലെന്ന് മനസ്സിലായപ്പോൾ അവർ നേരത്തെ പറഞ്ഞ രണ്ടാം സ്ട്രാറ്റജിയിലേക്ക് പോയി. അതാണ് ലിബറലിസം. നിരീശ്വരവാദവും ലിബറലിസവും തമ്മിലുള്ള വ്യത്യാസം വളരെ സിമ്പിളാണ്. നിരീശ്വരവാദം നേരിട്ട് വന്ന് പറയും, ലിബറലിസം നമ്മൾ അറിയാതെ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കും. രണ്ട് തരം ശത്രുക്കളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് അല്ലേ. ചില ശത്രുക്കൾ നേരിട്ട് നമ്മളോട് വന്ന് യുദ്ധം ചെയ്യും, ചില ആൾക്കാർ പിന്നിൽ നിന്ന് നമ്മൾ അറിയാതെ നമ്മളെ ആക്രമിക്കും. ഇതിൽ നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള ശത്രുവാണ്. നേരിട്ട് വന്നിട്ട് നമ്മളോട് പറയും, വളരെ മാന്യന്മാരാണ് അവർ. അതെന്താ നേരിട്ട് വന്ന് പറയും, ദൈവം ഇല്ലട്ടോ, മതം വേണ്ടട്ടോ, നിങ്ങൾ നിസ്കരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലട്ടോ, നേരിട്ട് വന്ന് പറയും. നമ്മളാണെങ്കിൽ തിരിച്ച് രണ്ട് ചോദ്യം ചോദിക്കും, അതവിടെ തീരും. എന്നാൽ ലിബറലിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നിലൂടെ വരുന്ന ഇതേ കാര്യം തന്നെ പിന്നിലൂടെ നമ്മൾ അറിയാതെ വരുന്നതാണ്. നമ്മളോട് നേരിട്ട് വന്നിട്ട് ദൈവമില്ല മതമില്ല എന്നൊന്നും പറയില്ല. മറിച്ച് മതത്തിൻ്റെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കും. അതിനെന്താ അവർ ചെയ്യുന്നത്?
അവർ ചില സ്റ്റെപ്പുകളാണ് അതിൽ ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തരും ഇത് വളരെ ഗൗരവത്തോടുകൂടി നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ നാട്ടിലേക്ക് ഇത് കടന്നു വരുന്നുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. മതം തിന്മയായി പറഞ്ഞ കാര്യങ്ങളെ പതിയെ സ്വാഭാവികവൽക്കരിക്കുക. മതം വളരെ ഗൗരവത്തോടുകൂടി തിന്മയാണെന്ന് പറഞ്ഞൊരു കാര്യം, അതൊക്കെ ഇന്നത്തെ കാലത്ത് അതും ചെയ്യാത്തവരുണ്ടോ? അതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ? ഇന്നത്തെ കാലത്ത് അതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇങ്ങനെ മതം തിന്മയാണെന്ന് പറഞ്ഞ കാര്യങ്ങളെ സ്വാഭാവികവൽക്കരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തത്, മതത്തിനൊരു പ്രസക്തിയുമില്ല എന്ന ഒരു തോന്നലുണ്ടാക്കുക. മതം ഇന്നത്തെ കാലത്തത് ആവശ്യമില്ല എന്ന ഒരു തോന്നലുണ്ടാക്കുക. പതിയെ മതത്തിൻ്റെ മൂല്യങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിയെടുക്കുക. അതിനെ തുടർന്ന് മതമെന്നാൽ തീവ്രതയാണെന്ന കാഴ്ചപ്പാടുണ്ടാക്കുക. മതചിഹ്നങ്ങളെ പരിഹാസ്യമായി അവതരിപ്പിക്കുക. ഈ സ്റ്റെപ്പുകളാണ് ഇതിൽ ഈ സാമൂഹ്യ സൃഷ്ടിയിൽ പ്രധാനമായി നമ്മൾ കാണുന്നത്. മതത്തിൻ്റെ ഇത് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി എടുക്കണം. ഇത് ഏതെങ്കിലും പുറത്തുള്ള ആൾക്കാർ ചെയ്യുന്നതല്ല, നമ്മുടെ കുടുംബങ്ങളിലടക്കം സംഭവിക്കുന്നതാണ്. ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഖുർആൻ ക്ലാസ്സിന് പോവാൻ, അല്ലെങ്കിൽ ജുമക്ക് പോവാൻ, അവിടെ നിന്ന് നമ്മൾ കേൾക്കുകയാണ് പലിശ എന്ന് പറഞ്ഞാൽ അത് വലിയ തിന്മയാണ്. ഉസ്താദ് ആയത്തോതി തരും, ഹദീസ് ഓതി തരും. പലിശ അതിൻ്റെ ഏറ്റവും ചെറിയ രൂപത്തിൽ പലിശയുമായി ബന്ധപ്പെടുന്നത് തന്നെ സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതോളം അത്രത്തോളം ഗൗരവകരമാണെന്ന് ക്ലാസ്സിൽ എടുത്തു തരികയാണ്, അല്ലെങ്കിൽ ഖുർആനും ഹദീസ് ഓതി തരികയാണ്. ഇനി നമ്മൾ ആ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരു രംഗം ആലോചിച്ച് നോക്കുക. നമ്മളെ കാറിൽ നമ്മുടെ മക്കളുണ്ട്, അതുപോലെ തന്നെ ഉമ്മയിപ്പൊക്കെ ഉണ്ട്, എല്ലാവരും തിരിച്ചു വരികയാണ്. നമ്മൾ അതിനെക്കുറിച്ച് കമൻ്റ് അടിക്കുക എങ്ങനെ ആയിരിക്കും അല്ലേ? പലപ്പോഴും നമ്മളുടെ ഒരു ടെംപ്ലേറ്റ് എന്താ വെച്ചാൽ, ആ സംഭവം ഇങ്ങനെ പലിശ ഹറാമാന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഇന്നത്തെ കാലത്ത് അതൊക്കെ ഇപ്പം ഇല്ലാതെ ജീവിക്കാൻ പറ്റും. ഇന്നത്തെ കാലത്ത് പലിശയുമായി ബന്ധപ്പെടാത്ത ആരപ്പം ഉള്ളത് അല്ലേ? നമ്മളുടെ ആ വാചകം കൊണ്ട് അവിടെ സംഭവിക്കുന്നത് എന്താ? മതം വളരെ ഗൗരവത്തോടുകൂടി തെറ്റാണെന്ന് പറഞ്ഞൊരു സംഭവം നമ്മളതിനെ സ്വാഭാവികവൽക്കരിച്ചു. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ജീവിതത്തിലേക്ക് അത് പാലിക്കാൻ പറ്റുമില്ലേ എന്നുള്ളത് നമ്മൾ പരിശ്രമിക്കുക. ഇനി അഥവാ മതം തെറ്റാണെന്ന് പറഞ്ഞൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തന്നെ അത് ഞാൻ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടോ എൻ്റെ ചുറ്റിലുമുള്ളവർ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടോ അതിനെ ന്യായീകരിക്കുകയല്ല വേണ്ടത്. ഇൻഷാ അല്ലാ അത് പലിശയ്ക്കൊക്കെ ചെറിയ രൂപത്തിലൊക്കെ ബന്ധപ്പെടേണ്ടി വന്നിട്ടുണ്ട്, ചില ലോണുകളൊക്കെ എടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അത് മാറ്റണം ഇൻഷാ അല്ലാ അല്ലെ? തെറ്റെല്ലാവർക്കും പറ്റും. അതിനെ ന്യായീകരിക്കുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ പ്രതിലോമകരമായി നമ്മുടെ കുടുംബത്തിലേക്ക് പോവുക. ഇങ്ങനെ ഒരു വാചകം നമ്മൾ പറഞ്ഞാൽ അതൊക്കെ എല്ലാവരും ചെയ്യുന്നല്ലെന്ന് ചോദിച്ചാൽ, അത് കേൾക്കുന്ന 6 വയസ്സുള്ള 10 വയസ്സുള്ള കുട്ടി എന്താ മനസ്സിലാക്കുക? ശരി, ഉസ്താദ് ഇങ്ങനെ വളരെ ഗൗരവത്തിൽ പലിശ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും, അങ്ങനെ ഇസ്ലാം ഗൗരവത്തിൽ തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പേയ്മെന്റ് പറയുന്ന കേട്ടില്ല. അതൊക്കെ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ചെയ്യാം. ഒരു ചിന്ത അവർക്ക് കിട്ടുകയാണ്. അത് പിന്നെ മറ്റു കാര്യങ്ങളിലേക്ക് അവർ അപ്ലൈ ചെയ്യും. അവിഹിതങ്ങൾ, മതം വളരെ ഗൗരവത്തോടുകൂടി അവിഹിത ബന്ധങ്ങൾ പാടില്ല എന്ന് പറയുന്നു. അപ്പോൾ അവരെ മനസ്സിലേക്ക് എന്താ വരുന്നത്? ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഡയലോഗാ. ഇന്നത്തെ കാലത്ത് ആരാത് ചെയ്യാത്തത്? അവരിതിലേക്കും അത് അപ്ലൈ ചെയ്യും. സ്വവർഗരതി, ലഹരി, ഇതിലേക്കൊക്കെ അവർ അപ്ലൈ ചെയ്യാൻ. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇത്തരം ചിന്തകളിലേക്ക് ആളുകൾ പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് ഈ നോർമലൈസേഷൻ എന്ന് പറയുന്നതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോർമലൈസേഷൻ, മതം തെറ്റാണെന്ന് പറഞ്ഞ കാര്യത്തെയും അതൊന്നും വലിയൊരു പ്രശ്നമൊന്നല്ല എന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. ഇത് നമ്മുടെ സൊസൈറ്റിയിൽ വളരെ സാവധാനം നടക്കുന്ന ഒരു പ്രക്രിയ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമ്മളൊക്കെ ഈ പ്രണയവിവാഹങ്ങൾ, വിവാഹേതരമായ പ്രണയങ്ങൾ അല്ലെങ്കിൽ വിവാഹപൂർവമായ പ്രണയങ്ങൾ എന്ന് പറയുന്നത് ഒരു 10-15 വർഷം മുമ്പ് നമ്മുടെ സൊസൈറ്റിയിൽ വലിയ ഗൗരവത്തോടു കൂടിയായിരുന്നു അത് കണ്ടിരുന്നത്. ആരെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ ഗൗരവത്തോടു കൂടി അത് നമ്മൾ ഹാൻഡിൽ ചെയ്യും. എന്നാൽ ഇന്ന് ഈവൻ ഒരു മതപരമായി നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്ന കുടുംബങ്ങളിൽ പോലും അതൊക്കെ ഇപ്പം ഇന്നത്തെ കാലത്ത് അതൊന്നും എതിർത്തിട്ടൊന്നും കാര്യമില്ലല്ലോ എന്ന ഒരു ചിന്തയിലേക്ക് മാറുന്ന നമ്മൾ കാണുന്നുണ്ട്. എന്തേ ഇതിൻ്റെ കാരണം? യാദൃശ്ചികമായിട്ട് ഇങ്ങനെ ഇപ്പോഴുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പ്രണയിക്കാൻ തോന്നിയതാണോ? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോയതാണോ? അല്ല, നമ്മുടെ സൊസൈറ്റിയിൽ വളരെ പതുക്കെ നടന്ന ഒരു സോഷ്യൽ എൻജിനീയറിംഗ് ആണത്. വളരെ സിമ്പിളായിട്ട് പറയാം, കഴിഞ്ഞ 10-15 വർഷത്തെ ഇറങ്ങിയ മലയാള സിനിമകളുടെ ഒരു കേന്ദ്ര തീം എന്താ? സെൻട്രൽ തീം എന്താ? പലതും പ്രണയമാണ്. ഒരു പ്രണയം ഇല്ലാതെ ഒരു സിനിമ ഓടൂല എന്നുള്ളൊരവസ്ഥയായിരുന്നു അല്ലേ? ആ പ്രണയ സിനിമകളിൽ എന്താ അതിൻ്റെ ഒരു ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ, സിനിമൻ്റെ തുടക്കത്തിൽ ഒരു നായകനും നായികയും ഉണ്ടാവും, അവസാനമാകുമ്പോഴേക്ക് എങ്ങനെയെങ്കിലും അവരെന്ത് ചെയ്യണം? ഒന്നിക്കണം. അതാണ് ആ കഥ. അത് പല രൂപത്തിൽ ഇങ്ങനെ കഥ വ്യാപിച്ചു പോകുന്നു മാത്രം. ഇത് കാണുന്നത് ഒരു 2.5 മണിക്കൂർ ഇത് കണ്ടു നിൽക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക്
പതിയെ കൊടുക്കുന്ന മെസ്സേജ് എന്താ? ഇത് ഒരു സിനിമയല്ല, ആയിരക്കണക്കിന് സിനിമകൾ ഇങ്ങനെ ഇറങ്ങി ആ സമയത്ത് അറ്റ്ലീസ്റ്റ് ആ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തെങ്കിലും ഇത് കാണുന്ന പ്രേക്ഷകന്റെ മനസ്സിലെന്താ? ഇതുവരെ എങ്ങനെയെങ്കിലും ഒന്ന് ഒന്നിച്ചെങ്കിൽ. എന്തിനാ ഈ ആഗ്രഹിക്കുന്നത്? താൻ തെറ്റാണെന്ന് വിചാരിക്കുന്ന ഒരു കാര്യത്തിന്. അവിഹിത ബന്ധങ്ങൾ തെറ്റാണെന്ന് അറിയാം, അല്ലെങ്കിൽ അത് കേട്ടിട്ടുണ്ട്, അങ്ങനെ മതം പറയുന്നുണ്ടെന്ന് അറിയാം. പക്ഷേ ഈ സിനിമ കാണുമ്പോഴെങ്കിലും അവരെങ്ങനെങ്കിലും ഒന്നിച്ച്, ചിലപ്പോൾ ദ്വാരക്ക ചെയ്യും, എങ്ങനെങ്കിലും ഒന്നിച്ചിരുന്നെങ്കിൽ അല്ലേ? അപ്പോൾ ആ രൂപത്തിലേക്ക് അത് നമ്മളിലുള്ള സ്വാധീനമാണത്. അതെങ്ങനെയെങ്കിലും സംഭവിച്ചെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കുക. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുകയാണ്. ഇത് ഒരു സിനിമയല്ല, അനേകായിരം സിനിമകൾ ഇങ്ങനെ നമ്മൾ ഇറങ്ങി. ആ രൂപത്തിൽ നമ്മൾ കുടുംബസമേതം ചില സിനിമകൾ അങ്ങനെ കണ്ടു എങ്കിൽ, നമ്മൾ കുടുംബസമേതം കണ്ട സിനിമകളിൽ നമ്മൾ ആ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച കാര്യമാണ് ആ അവിഹിതം നടക്കണമെന്ന്. പിന്നെ നമുക്ക് ആ കുട്ടിയോട് പറയാൻ പറ്റുമോ അവിഹിത ബന്ധങ്ങൾ തെറ്റാണെന്ന്? പറഞ്ഞുകൊണ്ട് വല്ല കാര്യം ഉണ്ടാവോ? കാരണം അതിനേക്കാൾ 100 ഇരട്ടി അവരുടെ മനസ്സിലേക്ക് സ്വാധീനമുണ്ടായിട്ടുണ്ട് അത് തെറ്റല്ല എന്ന്, അല്ലെങ്കിൽ അത് നടക്കേണ്ടതാണ് എന്ന്, അത് അവരുടെ ഇഷ്ടമാണെന്ന്, അത് സംഭവിക്കലാണ് നല്ലത് എന്ന് അവരുടെ മനസ്സിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്ത് വയൽ പറഞ്ഞു കൊടുത്തിട്ട് എന്താ കാര്യം? എന്തുപദേശിച്ചിട്ട് എന്താ കാര്യം? ഇല്ല. ഇത് ഈ പറഞ്ഞ വിഷയത്തിൽ ലഹരി, മലയാള സിനിമകളിൽ, മലയാളത്തിൽ മാത്രം എല്ലാ സിനിമകളിലും ലഹരി എന്ന് പറയുന്നത് നായകൻ അതിങ്ങനെ ലഹരി ഉപയോഗിക്കുക, അല്ലെങ്കിൽ സിഗരറ്റ് ഉപയോഗിക്കുക, കള്ളു കുടിക്കുക എന്ന് പറയുന്ന ഒരു ഹീറോയിസാണ്. അങ്ങനെ ഹീറോയിസമായി അവർ സ്ക്രീനിൽ കണ്ട, സ്വന്തം ഉപ്പാന്റെയും ഉമ്മാന്റെയും കൂടെ ഹീറോയിസമായി സ്ക്രീനിൽ കണ്ട് ആസ്വദിച്ചൊരു കാര്യം, അത് പിന്നെ നമ്മൾ ക്ലാസ് എടുത്തു കൊടുക്കുകയാണ് ലഹരിക്ക് ഇന്ന പ്രശ്നമുണ്ട്, അന്ന് ഈ പ്രശ്നമുണ്ട് എന്നൊക്കെ ക്ലാസ് എടുത്തുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അവരുടെ മനസ്സിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ത്? ഇതൊക്കെ ഒരു ഹീറോയിസമാണ്, ഇതൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്, ഉപയോഗിക്കുന്നത് ഭയങ്കര എന്തോ സംഭവമാണ് എന്ന ചിന്ത അവരിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് ഇത്തരം ചിന്തകൾ ആളുകളിലേക്ക് എത്തുന്നത്. ഇങ്ങനെയാണ് വലിയ അപകടകരമായ, ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും, പല തിന്മകളും നമ്മുടെ സൊസൈറ്റിയിലേക്ക് നോർമലൈസ് ചെയ്യുന്നത്. ഇത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓരോരുത്തരും എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് ഓരോരുത്തരും തീരുമാനിക്കട്ടെ. അതിൽ മതം ഇടപെടേണ്ടതില്ല, അതിൽ ഖുർആനും ഹദീസും ഇടപെടേണ്ടതില്ല, അത് മാതാപിതാക്കൾ ഇടപെടേണ്ടതില്ല എന്ന് പറയുന്ന അവസ്ഥ, അതാണ് ഇതിൻ്റെ മൂല കാരണം എന്ന് പറയുന്നത്. നാരായ വേര് അവിടെയാണ് കിടക്കുന്നത്. എന്നാലോചിച്ച് നോക്കുക, ഈ പറഞ്ഞ ചിന്ത ഒരു കുട്ടിയുടെ തലയിലേക്ക് കയറിയാൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് ആ കുട്ടിയെ തെറ്റുകളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക? ആ കുട്ടി വിശ്വസിക്കുന്നത് എന്താ? ഈ ജീവിതം ഒറ്റൊന്നേ ഉള്ളൂ, അത് പരമാവധി ആസ്വദിക്കാനുള്ളതാണ്. പിന്നെ ചില ആൾക്കാരൊക്കെ കുറച്ചും കൂടി പിന്നെ കടന്നുകൊണ്ട് അതിനെ താത്വികമായിട്ടൊക്കെ മറ്റൊരാളെ ഉപദ്രവിക്കാത്തിടത്തോളം കാലം എന്ത് ചെയ്താലും അത് തെറ്റല്ല, ഇങ്ങനെയുള്ള കുറച്ച് ചിന്തകൾ അവരുടെ തലയിലേക്ക് കയറ്റിയിട്ടുണ്ട്. അതിനാണ് നമ്മൾ ലിബറലിസം എന്ന് പറയാം. ഇത് തലയിൽ കയറിയ ഒരു കുട്ടിയോട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? ഉദാഹരണത്തിന് ലഹരി തെറ്റാണ് എന്ന് നമ്മൾ പറയും അല്ലേ? എല്ലാവരും, എല്ലാ മതക്കാരും രാഷ്ട്രീയക്കാരും എല്ലാവരും ഒരേപോലെ പറയുന്ന ഒരു കാര്യമാണ് ലഹരി തെറ്റാണ്. ഈ ചിന്ത തലയിൽ കയറിയൊരു കുട്ടിയോട് ലഹരി തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് വല്ല കാര്യം ഉണ്ടാവും? ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിലൊക്കെ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ നടത്തും. ആ ക്യാമ്പയിനുകളിൽ നമ്മൾ എന്താ ചെയ്യുക? അവിടെ പോയിട്ട് കുട്ടികളോട് പറയും, കുട്ടികളെ നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത്, ലഹരി ഉപയോഗിച്ചാൽ നിങ്ങളുടെ കരളടിച്ചു പോകും, കിഡ്നി അടിച്ചു പോകും, നിങ്ങൾ പെട്ടെന്ന് മരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിചാരിക്കുന്ന എല്ലാവരും പേടിച്ച് ഇനി ലഹരിയൊന്നും ഉപയോഗിക്കൂല. പക്ഷേ ആ കുട്ടികൾക്ക് ഈ പറഞ്ഞ വൈറസ് ഇവരുടെ തലയിലുണ്ടെങ്കിൽ അവരെന്താ ചിന്തിക്കുക? ആയിക്കോട്ടെ, കരളടിച്ചോട്ടെ, കിഡ്നി അടിച്ചോട്ടെ, ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഒറ്റന്നേ ഉള്ളൂ, അത് പരമാവധി ആസ്വദിക്കാനുള്ളതാണ്. മറ്റൊരാളെ ഉപദ്രവിക്കാത്തിടത്തോളം കാലം ഞാൻ എന്ത് ചെയ്താലെന്താ? ഞാൻ ലഹരി ഉപയോഗിക്കുന്നു, ഞാൻ കഞ്ചാവ് ഉപയോഗിക്കുന്നത് കൊണ്ട് വേറെ ആർക്കും ഒരു ഉപദ്രവമില്ലാതെ നോക്കിയാൽ മതിയല്ലോ, ഞാൻ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ എൻ്റെ റൂമിലിരുന്ന് ഉപയോഗിച്ചാൽ മതിയല്ലോ, വേറെ ആരും ഉപദ്രവിക്കാതിരുന്നാൽ മതിയല്ലോ എന്നാണ് അവർ ചിന്തിക്കുന്നത്. അവരോട് കരളടിച്ചു പോകുന്ന, കിഡ്നി അടിച്ചു പോകുന്ന കാര്യം പറഞ്ഞുകൊണ്ട് വല്ല കാര്യമില്ല. കാരണം എന്താ? അവർ മനസ്സിലാക്കുന്നത് ആയിക്കോട്ടെ 10-30 വയസ്സാകുമ്പോൾ മരിച്ചോട്ടെ, ആർക്കാ ഇപ്പോൾ നിർബന്ധം 10-60 വയസ്സ് വരെ ജീവിക്കണം എന്ന്? ആർക്കാ നിർബന്ധം? ഒരു നിർബന്ധമില്ല. ഈ ഉള്ള ജീവിതം, ഉള്ള സമയം പരമാവധി ആസ്വദിക്കുക. ഇത് പറയുന്ന കുട്ടിയോട്, ഇങ്ങനെ ചിന്തിക്കുന്ന കുട്ടിയോട് കരളടിച്ചു പോകുന്ന, കിഡ്നി അടിച്ചു പോകുന്ന കഥ പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യമില്ല അല്ലേ? അവിഹിതം തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? അവർ ഇതേ കാര്യം പറയാം, എൻ്റെ ജീവിതം ആകെ ഒറ്റ ജീവിതമേ ഉള്ളൂ, അത് പരമാവധി ആസ്വദിക്കാനുള്ളതാണ്, അത് മറ്റൊരാളെ ഉപദ്രവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തെറ്റാന്ന് പറയാൻ വരണ്ട. അതുപോലെ തന്നെ സ്വർഗരതി, അതുപോലെ തന്നെ അവിഹിത ബന്ധങ്ങൾ, ഇങ്ങനെയുള്ള ഏത് കാര്യമാകട്ടെ അത് തെറ്റാണെന്ന് പറയാൻ പോയാൽ ഈ കാര്യമാണ് തിരിച്ചു പറയുക. ഇത് പറഞ്ഞാൽ ഒരു തെറ്റിനെയും നമുക്ക്
തെറ്റാണെന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഉണ്ടാവുക. ആ അവസ്ഥയുടെ തുടർച്ചയാണ് നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ തുടർച്ച തന്നെയാണ് നമ്മുടെ കുടുംബത്തിലടക്കം നമ്മളൊരു പക്ഷേ നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, വിവാഹ വിരക്തി എന്ന് പറയുന്നത് ഇതിൻ്റെ തുടർച്ചയാണ്. നമ്മൾ വിചാരിക്കുക എന്താ, എൻ്റെ മോള് അല്ലെങ്കിൽ എൻ്റെ പേരമക്കൾ അവർക്ക് കല്യാണം വേണ്ട എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കല്യാണം കുറച്ച് കഴിഞ്ഞിട്ട് മതി, പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് സെറ്റിലായിട്ടൊക്കെ മതി എന്നൊക്കെ പറയുന്നത് അവരുടെ തീരുമാനം മാത്രം പറയുന്നതാണെന്നാണ് വിചാരിക്കുക. പക്ഷേ അതും ഈ പറഞ്ഞതുപോലെ യാദൃശ്ചികമായി ഉണ്ടാകുന്ന ചിന്തയല്ല. പെൺകുട്ടികളിൽ കൂടുതലായിട്ടും ആൺകുട്ടികളിലടക്കം വിവാഹ വിരക്തി വരാൻ കാരണം എന്താ? വളരെ കൃത്യമായൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇവിടെ നടക്കുന്നുണ്ട്. വിവാഹം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ആസ്വാദനങ്ങളുടെയും അവസാനമാണെന്നും അതോടുകൂടി നിങ്ങൾക്ക് പിന്നീട് ആസ്വദിച്ചുള്ളൊരു ജീവിതം സാധ്യമല്ലെന്നും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകളുടെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളുടെയും തീം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് വിവാഹത്തോടുള്ള വിരക്തിയാണ്. ഇതിപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് 2026 ജനുവരിയിലാണ്. 2025 ജനുവരിയുടെ ദേശാഭിമാനി മാസികയുടെ സെൻട്രൽ തീം എന്ന് പറയുന്നത് സേ നോ ടു മാരേജ് എന്നാണ്. ഒരു ലക്കം മുഴുവൻ ഈ വിവാഹം എന്നുള്ളത് ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ലേഖനങ്ങളാണ്. ഇതിലൊരു ഹെഡിങ് എന്ന് പറയുന്നത് വരൂ നമുക്ക് കുടുംബങ്ങൾക്ക് തീ കൊളുത്താം എന്നാണ്. കുടുംബ സംവിധാനത്തെ തകർക്കുക എന്നത് വളരെ ആസൂത്രിതമായി അതിൻ്റെ ക്യാമ്പയിനുകൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ ക്യാമ്പയിനുകൾ സ്വാധീനിച്ചത് കൊണ്ടാണ് വിവാഹത്തോട് വിരക്തി വരുന്നത്. അതിൽ അവർ കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട ചിന്ത എന്താ? പെണ്ണ് സമ്പാദിക്കാത്തത് കൊണ്ടാണ് എന്നും പുരുഷന്റെ കീഴിൽ ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ട് ജീവിക്കുന്നത് എന്നതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫെമിനിസ്റ്റ് നറേറ്റീവ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഭാഗമായി ഫെമിനിസ്റ്റ് ചിന്തകരെല്ലാവരും, ഏകദേശം എല്ലാ ഫെമിനിസ്റ്റ് ചിന്തകരും അവരെഴുതി വെച്ചു, വിവാഹം എന്ന് പറയുന്നത്, കുടുംബ സംവിധാനം എന്ന് പറയുന്നത് അത് തകർക്കപ്പെടേണ്ടുന്ന ഒരു വ്യവസ്ഥയാണ്. അത് തകർക്കാതെ സ്ത്രീ വിമോചനം സാധ്യമാവുകയില്ല. കുടുംബം, വിവാഹം എന്നതൊക്കെ പെണ്ണിനെ അടിച്ചമർത്താനുള്ള ഒരു ഉപാധിയാണ് എന്ന് നിരന്തരമായി പ്രചരിപ്പിച്ചു. ഇതുകൊണ്ട് എന്താ സംഭവിച്ചത്? നമ്മൾ വിചാരിക്കുക എന്താ, ആയിക്കോട്ടെ, നല്ലൊരു ചിന്തയാണല്ലോ, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുക, കുറച്ച് കഴിഞ്ഞിട്ട് കല്യാണം എന്നൊക്കെ പറയുമ്പോൾ വളരെ നിഷ്കളങ്കായിട്ടാണ് നമ്മളും ചിന്തിക്കുക. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് നമ്മുടെ നാട്ടിലേക്ക് മാത്രമായിട്ട് ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നൊരു ചിന്ത ഒന്നല്ല. നമ്മുടെ നാട്ടിലേക്ക് മാത്രമായിട്ട് വന്ന ചിന്ത ഒന്നല്ല. ഇത് 10-40 വർഷം മുമ്പേ യൂറോപ്പിലൊക്കെ ഓടി പൊളിഞ്ഞ ചിന്തയാണിത്. നമ്മുടെ നാട്ടിൽ വരുന്ന പുരോഗമനം എന്ന് പറഞ്ഞു വരുന്ന പല ചിന്തകളും ഒരു 10-30 വർഷം മുമ്പ് യൂറോപ്പിലൊക്കെ അതൊക്കെ ഓടി അതിൻ്റെ ഏകദേശ കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ടാണ് ഇങ്ങോട്ട് വരിക. നമ്മളൊരു 40 വർഷം പിന്നിലാണ്. യൂറോപ്പിൽ 1960-കൾക്കും 70-കൾക്കും ഇടയിലാണ് ഈ ചിന്ത ഉണ്ടായത്. ഇതേ കാര്യം നമ്മുടെ നാട്ടിൽ ഇപ്പം വന്നിട്ടുള്ള അതേ കാര്യം അന്ന് യൂറോപ്പിലുണ്ടായി. ഒരുപാട് സ്ത്രീകൾ പ്രത്യേകിച്ചും ഈ ചിന്തയുമായി മുന്നോട്ട് പോയി. വിവാഹം വേണ്ട, വിവാഹം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിനുള്ള കടിഞ്ഞാണാണ്, എൻ്റെ ആസ്വാദനത്തിനുള്ള കടിഞ്ഞാണാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹ വിരക്തി വളരെ വ്യാപകമാക്കി, പ്രത്യേകിച്ച് ഫെമിനിസ്റ്റ് ചിന്തകർ. പക്ഷേ പിന്നീട് എന്താ സംഭവിച്ചതെന്ന് അറിയോ? പിന്നീട് സംഭവിച്ചത് ഈ കുടുംബത്തെക്കാൾ ജോലിക്ക് പ്രാധാന്യം നൽകുന്ന ഒരു തലമുറയുണ്ടാവുകയും അതുവഴി സ്ത്രീകൾ ഭൂരിപക്ഷവും 30 വയസ്സിന് ശേഷം മാത്രം വിവാഹത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ നമ്മൾ വിചാരിക്കും അതിനോടൊപ്പം എന്താ പ്രശ്നമുണ്ടായി. യൂറോപ്പിൽ, അമേരിക്കയിലൊക്കെ ഉണ്ടായ പ്രശ്നം എന്താ വെച്ചാൽ 30 വയസ്സിന് ശേഷം കുടുംബജീവിതത്തിലേക്ക് കടക്കാൻ സ്ത്രീകൾ ആഗ്രഹിച്ചു. പക്ഷേ അവർക്കത് സാധ്യമായില്ല. അവർക്ക് കുടുംബജീവിതം സാധ്യമായില്ല. കാരണം ആണും പെണ്ണും തമ്മിൽ അടിസ്ഥാനപരമായി ചില വ്യത്യാസങ്ങളുണ്ട്. അവരുടെ ശാരീരികമായി തന്നെ അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ 30 വയസ്സിന് ശേഷം അല്ലെങ്കിൽ 35 വയസ്സിന് ശേഷം വിവാഹ ജീവിതത്തിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ മെനോപോസിന് ഏതാനും കുറച്ച് വർഷങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് മാത്രമല്ല, വേറെ ചില വിഷയങ്ങൾ കൂടി ഉള്ളതുകൊണ്ട് അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആ സൊസൈറ്റിയിൽ സ്ത്രീകൾക്ക് വിവാഹത്തിലേക്ക് കടക്കാൻ ആഗ്രഹിച്ചിട്ടും അതിന് സാധിക്കാത്ത സ്ത്രീകൾ വളരെ വലിയ രൂപത്തിലുണ്ടായി. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ചരിത്രമാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നറിയോ? ഈ പറഞ്ഞ കുടുംബം വേണ്ട എന്ന് പുസ്തകമെഴുതിയ ഫെമിനിസ്റ്റ് ചിന്തകർ അവസാനം 1980-കളും 90-കളും ആയപ്പോൾ തിരുത്തി എഴുതി. സെക്കൻഡ് സ്റ്റേജ്, ഒരു ഉദാഹരണം മാത്രം പറയാണ്, ആർക്കെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞുകൊണ്ട് ബെറ്റി ഫ്രീഡന്റെ ഒരു പുസ്തകമുണ്ട്. ബെറ്റി ഫ്രീഡൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഫെമിനിസ്റ്റ് ചിന്തകയാണ്.
ഫെമിനിൻ മിസ്റ്റീക്ക് എന്ന പേരിൽ ഇപ്പോഴും ചിലപ്പോൾ നമ്മുടെ കോളേജുകളിലടക്കം പഠിപ്പിക്കുന്ന ഒരു ഫെമിനിസ്റ്റ് പുസ്തകം എഴുതിയ ബെറ്റി ഫ്രീഡൻ, അവർ ആദ്യം പറഞ്ഞത് വിവാഹമൊന്നും വേണ്ട, നിങ്ങൾ കരിയറിൻ്റെ പിന്നാലെ പോയിക്കോളൂ എന്നായിരുന്നു. പക്ഷേ പിന്നെ അവർ പിന്നീട് തിരുത്തി എഴുതി, ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നു, ഞാൻ പറഞ്ഞ ആ കാര്യം അത് മനസ്സിലേക്കെടുത്തുകൊണ്ട് വിവാഹം വൈകിപ്പിച്ച സ്ത്രീകൾ എന്നോട് പരാതി പറയാൻ വന്നു. ഞങ്ങൾക്ക് സ്വസ്ഥമായ ഒരു കുടുംബജീവിതം ഇല്ലാതായി, ഞങ്ങൾക്ക് സമാധാനമില്ലാതായി, ഞങ്ങൾക്ക് കുടുംബം വേണം, മക്കളെ വേണം, അതില്ലാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് പരാതി പറഞ്ഞു എന്നും ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഞാൻ എടുത്ത സ്റ്റാൻഡ് തെറ്റാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നു എന്ന് ഏതെങ്കിലും ഒരു പിടക്കുരായുള്ള ആരെങ്കിലും അഭിപ്രായം പറഞ്ഞതല്ല. ഇന്നും ക്യാമ്പസുകളിൽ വിവാഹ വിരോധത്തിന് വേണ്ടി പുസ്തകം നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. ആ പുസ്തകം എഴുതിയ അതേ വ്യക്തികൾ തന്നെ തിരുത്തി എഴുതിയത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഒരാൾ ഉദാഹരണം മാത്രമാണ്. പക്ഷേ ആ തിരുത്തി എഴുതിയ പുസ്തകം നമ്മൾ ക്യാമ്പസിൽ പഠിപ്പിക്കൂല, അത് വേറെ കാര്യം, അത് പഠിപ്പിക്കൂല. ഇവിടെ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മൾ പറയുന്നത് വിവാഹമെന്ന് പറയുന്നത് ഒരിക്കലും സ്വപ്നങ്ങൾക്കോ സ്വാതന്ത്ര്യത്തിനോ ഉള്ള തടയല്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്കാരിയെ പറയുന്നുള്ളൂ, ഈ സാമ്പത്തിക ഉത്തരവാദിത്വം സ്ത്രീകൾക്കുമേൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. സാമ്പത്തിക ഉത്തരവാദിത്വം അത് പൂർണ്ണമായും പുരുഷനാകുന്നു. ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക ഉത്തരവാദിത്വം അത് പുരുഷന്റെ ബാധ്യതയാണ്, അത് സ്ത്രീക്കൊരിക്കലും കൊടുക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം പറയുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കും, അതെന്താ അങ്ങനെ? അതിന്റെ അർത്ഥം സ്ത്രീ ജോലിക്ക് പോകാൻ പറ്റില്ല എന്നാണോ, അല്ലെങ്കിൽ സ്ത്രീ സമ്പാദിക്കരുത് എന്നാണോ? അല്ല, മറിച്ച് സ്ത്രീക്ക് വേണമെങ്കിൽ സമ്പാദിക്കാം, അത് അവളുടെ ഇഷ്ടമാണ്, അവൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. പലപ്പോഴും നമ്മുടെ കുട്ടികളൊക്കെ ബാധിച്ചിട്ടുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ, അവർ ചില ടേംസ് കേൾക്കും, കൂടുതൽ ചിന്തിക്കാതെ അതങ്ങോട്ട് വിഴുങ്ങും. ഫിനാൻഷ്യൽ ഫ്രീഡം എന്നാണ് അവർ പറയാം. എന്തിനാ വിവാഹം വൈകിപ്പിക്കുന്നത്? എനിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം വേണം. എന്താ അവർ ചിന്തിക്കുന്നത്? എനിക്ക് നന്നായി സമ്പാദിച്ച് ഞാൻ എൻ്റെ സ്വന്തം കാലിൽ നിന്നിട്ടേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ. അങ്ങനെ ഒരു സ്വന്തം കാലിൽ നിൽക്കുക എന്ന് പറഞ്ഞൊരു സംഭവം ആണിനും പെണ്ണിനും സാധ്യമാകൂല. എല്ലാ കാലഘട്ടത്തിലും ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ടാകുന്ന ഒരു ജീവിതമാണ് ഈ ലോക ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മരീചിക അവരുടെ മനസ്സിലേക്ക് ഉണ്ടാക്കി കൊടുക്കുക, എന്നിട്ട് അതിനുവേണ്ടി വിവാഹം വൈകിപ്പിക്കുക, വിവാഹം വേണ്ടെന്ന് പറയുക. അവിടെയാണ് ദൈവിക മതമായ ഇസ്ലാം അതിന് ഏറ്റവും നല്ല പരിഹാരം പറഞ്ഞിരിക്കുന്നു. സ്ത്രീക്ക് വേണ്ടത് ഫിനാൻഷ്യൽ ഫ്രീഡം. എങ്ങനെ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവുക? ഒരാൾക്ക് ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ അതൊരിക്കലും ഫ്രീഡല്ല. ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ ഫ്രീഡല്ല. അങ്ങനെ ഒരു പുരുഷൻ ഒരിക്കലും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഇസ്ലാമിൽ ഉണ്ടാവില്ല. കാരണം എന്താ? പുരുഷൻ സമ്പാദിക്കുന്നുണ്ടെങ്കിലും ആ സമ്പാദിക്കുന്നതിൻ്റെ വലിയൊരു അളവ് അവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, അവൻ്റെ ഉമ്മക്ക് വേണ്ടി, അവൻ്റെ കുടുംബത്തിന് വേണ്ടി അവൻ ചെലവഴിച്ചിരിക്കണം, നിർബന്ധമാണ്. അങ്ങനെ ഒരു നിർബന്ധിതാവസ്ഥ ഉണ്ടെങ്കിൽ അത് ഫ്രീഡല്ല. എന്നാൽ സ്ത്രീക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട് ഇസ്ലാമിൽ. എന്താ അതിൻ്റെ അർത്ഥം? സ്ത്രീക്ക് ചെലവഴിക്കേണ്ട ഉത്തരവാദിത്വം നിർബന്ധിതമായി ഇല്ല. അവൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? സമ്പാദിക്കാം, വേണമെങ്കിൽ അവൾക്ക് അത് ഉപയോഗിക്കാം, വേണമെങ്കിൽ അത് കുടുംബത്തിന് വേണ്ടി ഉപയോഗിക്കാം, അല്ലാത്ത രൂപത്തിൽ ഉപയോഗിക്കാം. ഇതാണ് യഥാർത്ഥത്തിലുള്ള പരിഹാരം എന്ന് പറയുന്നത്. അല്ലാതെ ഈ നിർബന്ധമായിട്ടും സ്ത്രീയും പുരുഷനും നിർബന്ധമായും ജോലിക്ക് പോയിരിക്കണം, അവരുടെ കുടുംബത്തിന് വേണ്ടി അവർ സമ്പാദിച്ചിരിക്കണം എന്നൊരവസ്ഥയുണ്ടാകുന്നത് സ്ത്രീക്ക് പ്രത്യേകിച്ചും അവരോട് ചെയ്യുന്ന അനീതിയാണ്. എന്തുകൊണ്ട്? കാരണം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായി തന്നെ പുരുഷൻ ചെയ്യാത്ത ചില ഉത്തരവാദിത്തങ്ങൾ സ്ത്രീ ചെയ്യുന്നുണ്ട്. ഗർഭധാരണം പോലെയുള്ള, മുലയൂട്ടൽ പോലെയുള്ള കാര്യങ്ങൾ പുരുഷന് തലകുത്തി നിന്നാലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ബയോളജിക്കലി സ്ത്രീക്ക് മാത്രം സാധ്യമാകുന്ന ചില ഉത്തരവാദിത്തങ്ങളാണ്. അവിടെയാണ് നീതിയുടെ മതമായ ഇസ്ലാം പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ച പടച്ചോൻ പറഞ്ഞു, നിങ്ങൾ ചില ഉത്തരവാദിത്തങ്ങൾ സ്ത്രീക്ക് അമിതമായി ഉണ്ട്, അതൊരിക്കലും പുരുഷന് ചെയ്യാൻ പറ്റാത്തതുമാണ്. എന്നിരിക്കെ സാമ്പത്തിക ഉത്തരവാദിത്വവും സ്ത്രീക്കും 50-50 കൊടുക്കലല്ല നീതി. അങ്ങനെ ആകുമ്പോൾ എന്താ? ആ വിഷയത്തിൽ തുല്യത വരും, പക്ഷെ അനീതി വരും. കാരണം എന്താ? പുരുഷൻ പകുതി സമ്പാദിക്കണം, സ്ത്രീ പകുതി സമ്പാദിക്കണം. ശരി, തുല്യതയാണ്. പക്ഷേ ഈ സ്ത്രീ പുരുഷൻ ഒരിക്കലും ചെയ്യാത്ത മറ്റ് ചില ഉത്തരവാദിത്തങ്ങൾ അമിതമായി ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ സ്ത്രീക്കുമേൽ അമിത ഉത്തരവാദിത്തമാണ് അവിടെ കൊടുക്കുന്നത്. അത് മാറ്റിക്കൊണ്ട് സാമ്പത്തിക ഉത്തരവാദിത്തം പൂർണ്ണമായും പുരുഷനാകുന്നു, സ്ത്രീക്ക് അതിൻ്റെ ഉത്തരവാദിത്തം ഇല്ല. അവൾ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അത് അവളുടേത് മാത്രമാണ്. അതാണ് ഫ്രീഡം എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ അതാണ്. ഇത് ചിന്തിക്കാതെ, അല്ലെങ്കിൽ ഈ രൂപത്തിൽ അതിനെ മനസ്സിലാക്കാതെ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് ഞാൻ സ്വന്തമായി അധ്വാനിച്ച് എൻ്റെ ഉത്തരവാദിത്തങ്ങൾക്ക് മുഴുവൻ ഞാൻ തന്നെ ചെലവഴിക്കുന്ന അവസ്ഥയാണ് ഫ്രീഡം എന്ന് ചിന്തിപ്പിക്കാൻ ഷോർട്ട് ഫിലിമുകളിലൂടെ, ഇൻ്റർവ്യൂകളിലൂടെ
നമ്മുടെ സൊസൈറ്റിയിൽ അത് വ്യാപിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്തരം ചിന്തകളിലേക്ക് നമ്മുടെ യുവതലമുറ പ്രത്യേകം എത്തിപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ അവസാനിപ്പിക്കാൻ പോകുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത് അതാണ്. ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ, ഏതൊരു പ്രവൃത്തിയാകട്ടെ, അതിൻ്റെ പ്രത്യാഘാതം എന്ത് എന്നുള്ളതായിരിക്കണം നമ്മുടെ ചിന്ത. അവിടെ ഈ ലിബറൽ ചിന്തയും മതനിരാശ ചിന്തകളൊക്കെ പറയുന്നത് വെച്ചാൽ നമ്മൾ ചിന്തിക്കുക, ഞാൻ ഇന്ന കാര്യം ചെയ്താൽ എന്താണ് പ്രത്യാഘാതം, അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് ഞാൻ ചിന്തിക്കുക, പ്രശ്നമില്ല എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ അതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് ചോദിച്ചിട്ട് അത് ചെയ്യുക. ഇതാണ് ഈ മതനിരാശ ചിന്തകളുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. അതിനിപ്പോൾ എന്താ കുഴപ്പം എന്നുള്ള ചോദ്യത്തിൻ്റെ അടിസ്ഥാനം അതാണ്. അതുകൊണ്ട് എന്താ കുഴപ്പം, എന്താ ഞാൻ ഈ പ്രവൃത്തി ചെയ്തു, അതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് ഞാനത് ചെയ്യും. ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ആ കുഴപ്പം, അതുകൊണ്ട് എന്താ കുഴപ്പം എന്നാണല്ലോ ചോദ്യം. ആ കുഴപ്പം മനസ്സിലാക്കാൻ നമുക്ക് പരിമിതി ഉണ്ട് എന്നുള്ളതാണ്. സ്വവർഗരതി ചെയ്യാൻ പാടില്ല, അപ്പൊ ചോദ്യം എന്താ, അതുകൊണ്ട് എന്താ കുഴപ്പം എന്ന് വെച്ചാൽ അതുകൊണ്ട് എന്താ പ്രത്യാഘാതം എന്താണെന്നാ ചോദ്യം. അവിഹിത ബന്ധങ്ങൾ പാടില്ല, അതുകൊണ്ടെന്താ കുഴപ്പം. പലിശ പാടില്ല, അതുകൊണ്ടെന്താ കുഴപ്പം എന്ന് വെച്ചാൽ ഇവർ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരം ചിന്തകൾ മനസ്സിലേക്ക് വന്നിട്ടുള്ളവർ ചിന്തിക്കുന്നത്, ഓരോ പ്രവൃത്തിയുടെയും പ്രത്യാഘാതങ്ങൾ എനിക്ക് ബോധ്യപ്പെടണം, അല്ലെങ്കിൽ എൻ്റെ ചിന്തയിൽ തന്നെ മനസ്സിലാവണം, എങ്കിലേ അത് തെറ്റാണെന്ന് ഞാൻ അംഗീകരിക്കുകയുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതിന് പ്രത്യാഘാതങ്ങളില്ലേ? ഉണ്ട്. ഉദാഹരണത്തിന് വിവാഹേതര ബന്ധങ്ങൾ എടുക്കുക. വിവാഹേതര ബന്ധങ്ങൾ ഇപ്പോൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരാൾ വിവാഹേതര ബന്ധത്തിൽ ഏർപ്പെട്ടു, അപ്പം തന്നെ ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നൊന്നുമില്ല, അല്ലെങ്കിൽ ഭൂമി കുലുങ്ങുന്നൊന്നുമില്ല, അപ്പോൾ തന്നെ വലിയ പ്രത്യാഘാതമൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ ലോങ് ടേമിൽ നമ്മൾ നോക്കുക, അവിടെ അടിസ്ഥാനപരമായി വിവാഹേതര ബന്ധങ്ങൾ ഒരു സൊസൈറ്റിയിൽ വ്യാപകമായാൽ കുടുംബത്തിൻ്റെ തകർച്ചയിലേക്ക് അതെത്തും. കുടുംബം തകർന്നാൽ സമൂഹം തകരും. ഇനി സ്വവർഗരതി, പല ആൾക്കാരുടെ പ്രശ്നതാണ് അല്ലേ, സ്വവർഗരതി തെറ്റാണെന്ന് ഇസ്ലാം പറയുന്നു. രണ്ടാളുകൾ അവരുടെ ഇഷ്ടപ്രകാരം അവരുടെ സ്വകാര്യതയിൽ അവരെന്തോ ചെയ്തോട്ടെ, നിങ്ങൾക്കെന്താ എന്നാണ് ചോദ്യം. ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നില്ലല്ലോ എന്നാണ് ചോദ്യം. എന്ന് വെച്ചാൽ എന്താ, രണ്ടാൾക്കാർ സ്വവർഗരതിയിൽ ഏർപ്പെട്ടാൽ അപ്പം തന്നെ ഒന്നും സംഭവിക്കുന്നത് കാണുന്നില്ലല്ലോ എന്നാണ്. അതുകൊണ്ട് എന്താ കുഴപ്പം എന്ന ചോദ്യത്തിൻ്റെ അർത്ഥം അതാണ്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇന്ന് നമുക്ക് കണക്കുകൾ പരിശോധിക്കാൻ വളരെ എളുപ്പമാണല്ലോ. ലോകത്ത് ഈ സ്വവർഗരതിക്കാരെന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമാണ്. 1, 2, 3, 4% ഒരു സൊസൈറ്റിയിൽ സ്വവർഗരതിക്കാരുണ്ടാവുള്ളൂ. പക്ഷേ ലൈംഗിക രോഗങ്ങളുടെ കണക്കെന്നെടുത്ത് നോക്കുക, എയ്ഡ്സ് 70% ഒരു സമൂഹത്തിൽ 70% എയ്ഡ്സ് സ്വവർഗരതിക്കാരില്ല. 80% ഗൊണോറിയയും സിഫിലിസും സ്വവർഗരതിക്കാരിലാണ് അല്ലെ. ഒന്നും വേണ്ട, ഈ അടുത്താണ്, കഴിഞ്ഞ 1-2 വർഷങ്ങൾക്കുള്ളിലാണ് മങ്കി പോക്സ് എന്ന് പറഞ്ഞൊരു രോഗത്തെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ടാവും. മങ്കി പോക്സ്, ലോകം മുഴുവൻ വലിയ മങ്കി പോക്സിന്റെ പ്രശ്നം വരാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത. അന്ന് WHO പുറത്തിറക്കിയ ഒരു വിജ്ഞാപനമുണ്ട്, മങ്കി പോക്സ് വ്യാപിക്കാൻ സാധ്യതയുണ്ട്, പുരുഷ സ്വവർഗാനുരാഗികൾ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് WHO പ്രഖ്യാപിച്ചെന്ന് വെച്ചാൽ വേൾഡ് ഹെൽത്ത് എമർജൻസി പ്രഖ്യാപിക്കുന്നു എന്നാണ്. ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. എന്തിൻ്റെ പേരിൽ? സ്വവർഗരതി കൊണ്ട് പ്രചരിക്കുന്ന മങ്കി പോക്സ് തടയാൻ. നമ്മളെ ചോദ്യം എന്താ, അതുകൊണ്ടെന്താ കുഴപ്പമുണ്ടോ? ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടാൻ മാത്രം വലിയ കുഴപ്പമുണ്ട്. പക്ഷേ സ്വവർഗരതി ചെയ്ത് രണ്ടാൾക്കാർ അവരുടെ റൂമിൽ ചെയ്ത് അപ്പം തന്നെ എന്ത് ചെയ്യുന്നില്ല, വലിയ പ്രശ്നവും ഭൂമി കുലുക്കവും ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ തന്നെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നില്ല, പക്ഷേ അതിന് പ്രത്യാഘാതങ്ങളുണ്ട്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ തെറ്റിൻ്റെയും ഓരോ തിന്മയുടെയും പ്രത്യാഘാതങ്ങൾ അപ്പോൾ തന്നെ സംഭവിച്ചു കൊള്ളണമെന്നില്ല. പലതും ഒരുപക്ഷെ മാസങ്ങൾ കൊണ്ടോ, അതുമല്ലെങ്കിൽ വർഷങ്ങൾ കൊണ്ടോ, അതുമല്ലെങ്കിൽ പതിറ്റാണ്ടുകൾ കൊണ്ടോ, ചിലതൊക്കെ നൂറ്റാണ്ടുകൾ കൊണ്ടോ ഒക്കെ ആയിരിക്കും അതിൻ്റെ പ്രത്യാഘാതം നമുക്ക് മനസ്സിലാവുക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മനുഷ്യന് പരിമിതിയുണ്ട്, മനുഷ്യന്റെ ചിന്തകൾക്ക് പരിമിതിയുണ്ട്, മനുഷ്യന്റെ ആലോചനകൾക്ക് പരിമിതിയുണ്ട്. ആ പരിമിതികളൊന്നുമില്ലാത്ത പടച്ചവൻ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇത് നിങ്ങൾക്ക് നല്ലതല്ല, അതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുക. എല്ലാ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും പൂർണ്ണമായി അറിയാൻ നമുക്ക് പരിമിതികളുണ്ട്. പരിമിതികളില്ലാത്ത പടച്ചോൻ ഒരു കാര്യം തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് തെറ്റ് അല്ലേ. ഒരു ഉദാഹരണം മാത്രം എടുക്കുക. നേരത്തെ ചോദിച്ച ആ കുട്ടികളെ തന്നെ തിരിച്ചു കൊണ്ടുവരാം, അല്ലെങ്കിൽ ആ ക്യാമ്പസ് കുട്ടികളെ തന്നെ തിരിച്ചു കൊണ്ടുവരാം. വിവാഹം വേണ്ട എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക ലൈംഗികത വേണ്ട എന്നാണോ? അല്ല, അവർ പറയുന്നത് വിവാഹം വേണ്ട, അതല്ലാതെയുള്ള ഈ ലിവിങ് ടുഗദർ എന്നൊക്കെ പറഞ്ഞ് കോഹാബിറ്റേഷൻ, ഒരുമിച്ച് ജീവിക്കുക, വിവാഹമില്ലാതെ ഒരുമിച്ച് ജീവിക്കുക എന്നൊക്കെയുള്ള ചിന്തയാണ്. ആ വിവാഹമില്ലാതെയുള്ള ഒരുമിച്ച് ജീവിക്കലിനുള്ള ന്യായം എന്താ? നേരത്തെ പറഞ്ഞ അതേ ന്യായമാണ്, കേട്ടോളൂ. ലിവിങ് ടുഗദർ എന്തുകൊണ്ട്? കുറച്ചുകൂടി രണ്ടുപേർക്കും മനസ്സിലാക്കാൻ പറ്റുമല്ലോ. മാരേജ് ആണോ, പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ.
അഡ്ജസ്റ്റ് ചെയ്യാനല്ലേ പറ്റുള്ളൂ. ഇതാകുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാക്കാമല്ലോ. ലിവിങ് ടുഗദർ ആകുമ്പോൾ കുറച്ചുകൂടെ ഫ്രീ ആയിരിക്കും, ഫ്രീ മൈൻഡ് ആയിരിക്കും. മാരേജിനെ പോകണമെങ്കിൽ മാരേജ് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഒരു പിടിച്ചു കെട്ടൽ പോണൊക്കെ ഉണ്ടെന്ന്. ഇല്ല, വീട്ടിൽ സമ്മതിക്കില്ല. ബോത്ത് ആർ ഫൈൻ. അത് ഓരോരുത്തരുടെ ഒപ്പീനിയൻ അല്ലേ. എൻ്റെത് മാരേജ് ആണ്. ബട്ട് ലിവിങ് ടുഗദർ നമുക്ക് നോ പറയാൻ പറ്റില്ല. ബിക്കോസ് അത് ഓരോരുത്തരുടെ വിഷനാണ്. മാരേജ് ഓക്കെ ആണെങ്കിൽ ഫൈൻ, ലിവിങ് ടുഗദർ ഓക്കെ ആണെങ്കിൽ ഫൈൻ. പേഴ്സണൽ ഒപ്പീനിയനാണ് അത്. നമുക്ക് ഒരു കാര്യം മാത്രമാണ് റൈറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നേരത്തെ പറഞ്ഞതേ ന്യായം തന്നെയാണ്, പുതുമൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. വീണ്ടും സെയിം ന്യായം. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് വിവാഹം വേണ്ട, ഒരുമിച്ച് ജീവിക്കാൻ വിവാഹത്തിൻ്റെ ആവശ്യമില്ല. ഒരുമിച്ച് ജീവിക്കുക, കുറച്ച് കാലം അങ്ങനെ ജീവിച്ച് അത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ തുടർന്ന് പോവുക, ഇതൊക്കെയാണ് ചിന്ത. അപ്പം എന്താ ഇവർ ചിന്തിക്കുന്ന എന്താ? വിവാഹത്തിന് കുറേ പ്രശ്നങ്ങളുണ്ട്. വിവാഹം കഴിച്ചാൽ പിന്നെ സന്തോഷമൊന്നും ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല, പിന്നെ എന്താ ഗാർഹിക പീഡനം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അതില്ലാതാക്കാൻ എന്താ പരിഹാരം? ലിവിങ് ടുഗദർ. ഇഷ്ടമുള്ളപ്പോൾ ഒരുമിച്ച് ജീവിക്കുക, കുഴപ്പമില്ലല്ലോ. വേറെ പ്രശ്നമുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, വളരെ തുറന്നൊന്ന് ആലോചിച്ച് നോക്കുക. വിവാഹത്തിന് കുറേ പ്രശ്നം നമ്മൾ അവിടെ ഇവിടെയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ലിവിങ് ടുഗദർ എന്താ പ്രശ്നം? രണ്ടാൾക്കാർ അവരുടെ സമ്മതപ്രകാരം ഒരുമിച്ച് ജീവിക്കുന്നു, അവർ കുറച്ച് കാലം ഇങ്ങനെ പോകുന്നു, അവർ ഇഷ്ടമില്ലാന്ന് തോന്നുമ്പോൾ പിരിയുന്നു. എന്താ പ്രശ്നമുണ്ടോ? അതിനിപ്പോൾ എന്താ കുഴപ്പം എന്ന ചോദ്യമാണ് ചോദിക്കുക അല്ലേ. പക്ഷേ കുഴപ്പം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് പരിശോധിച്ച് നോക്കാം. ഈ ലിവിങ് ടുഗദർ ഇപ്പം നമ്മുടെ കേരളത്തിലേക്ക് ഈ പുരോഗമനം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നേ ഉള്ളൂ. ഈ പുരോഗമനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10-30 വർഷം മുമ്പേ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഇത് വളരെ വ്യാപകമായിരുന്നു. അമേരിക്കയിൽ ഈ ലിവിങ് ടുഗദർ വ്യാപകമായി. കുറേ ആൾക്കാർ ലിവിങ് ടുഗദറും കുറച്ച് ആൾക്കാർ ഈ പറഞ്ഞ പോലെ കുടുംബജീവിതമായിട്ട് മുന്നോട്ട് പോയി. അതിനുശേഷം 10-30 വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയിൽ ചില പഠനങ്ങൾ നടന്നു. ഈ ലിവിങ് ടുഗദറിലുള്ള ആളുകളുടെ അവസ്ഥ എന്താണ്? ഞാൻ പെട്ടെന്ന് അതിൻ്റെ എല്ലാ പഠനങ്ങളൊന്നും വായിച്ചു പോകുന്നില്ല, അതിൻ്റെ റെഫറൻസ് ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഹു ആർ മോർ ഹാപ്പി? ആരാണ് കൂടുതൽ സന്തോഷവാന്മാർ? അതിൻ്റെ റിപ്പോർട്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ലോവർ ലെവൽ ഓഫ് ഹാപ്പിനെസ്സും അതുപോലെ തന്നെ ലോവർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ലിവിങ് ടുഗദറിലുള്ളവരാണ്. എന്നുവെച്ചാൽ വിവാഹത്തിലുള്ളവരാണ് കൂടുതൽ സന്തോഷവാന്മാർ. എന്തിനാ ലിവിങ് ടുഗദറിലേക്ക് പോയത്? കുറച്ച് സന്തോഷവും സമാധാനമൊക്കെ കിട്ടാൻ. കൂടുതൽ സന്തോഷമുള്ളതാരാ? വിവാഹത്തിലുള്ളവർ. പോട്ടെ, ഫിസിക്കൽ അബ്യൂസ് അതാണല്ലോ വിവാഹത്തിനുള്ള പ്രധാന പ്രശ്നം. ഗാർഹിക പീഡനം ഉണ്ടാവുന്നു. ഈ പറഞ്ഞ ലിവിങ് ടുഗദറിലാണ് ഫിസിക്കൽ അബ്യൂസ്, ശാരീരിക പീഡനം കൂടുതൽ. ഇതിപ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. സംഭവം വളരെ സിമ്പിളാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരാണും പെണ്ണും കല്യാണം കഴിച്ചു. പിറ്റേന്ന് ഈ ഭർത്താവ് ഭാര്യനെ ഉപദ്രവിച്ചു. എന്താ സംഭവിക്കുക? നമ്മുടെ നാട്ടിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക. ചോദിക്കാൻ അവളുടെ ഉപ്പയും ആങ്ങളമാരും വരും അല്ലേ? കാരണം എന്താ? വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു സാമൂഹികമായ ഒരു കരാറ് കൂടിയാണ്, രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള യൂണിയൻ കൂടിയാണ്. അതുകൊണ്ട് ചോദിക്കാനും പറയാനും ആളുണ്ട്. അവിടെ ശാരീരിക ക്ഷമത കുറഞ്ഞ സ്ത്രീക്കുള്ള ഒരു പരിചയമാണ് യഥാർത്ഥത്തിൽ വിവാഹം. പക്ഷേ ലിവിങ് ടുഗദർ ആണെങ്കിലോ അവിടെ കുടുംബങ്ങൾ തമ്മിലുള്ള കരാറല്ല, രണ്ടാളുകൾ തമ്മിലുള്ള കരാറാണ്, ഒരാണും പെണ്ണും തമ്മിലുള്ള കരാറാണ്. അവിടെ ശാരീരിക ക്ഷമത കൂടിയ ആണ് ഒരു പക്ഷേ സ്ത്രീയെ ഉപദ്രവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്താ? അവിടെ തടസ്സങ്ങളില്ല, ബാരിയറുകൾ കുറവാണ്. അതുകൊണ്ട് പഠനങ്ങൾ, ഇത് ഞാൻ വെറുതെ എൻ്റെ യുക്തിയിൽ പറയുന്നതല്ല, പഠനങ്ങൾ പറയുന്നു ഫിസിക്കൽ അബ്യൂസ്, ശാരീരിക പീഡനങ്ങൾ കൂടുതൽ ലിവിങ്. ഒന്നും വേണ്ട, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോട് ഉള്ള വാർത്ത നമ്മൾ കേട്ടത് അല്ലേ? ലിവിങ് ടുഗദറിൽ ഉള്ള പെൺകുട്ടിയെ ആണ് വെട്ടിനുറുക്കി കഷണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു അല്ലേ? ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഇത് വിവാഹത്തിൽ നടക്കുന്നില്ലേ? ഉണ്ട്. വിവാഹത്തിലും പീഡനങ്ങളോ അല്ലെങ്കിൽ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് തടയാനുള്ള സാധ്യത കൂടുതലാണ് ലിവിങ് ടുഗദറിൽ, അത് കുറവാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ഡിപ്രഷൻ, വിഷാദം ആരില്ല കൂടുതൽ? ലിവിങ് ടുഗദറിലുള്ളവരാണ് കൂടുതൽ. എഫക്റ്റ് ഓൺ ചിൽഡ്രൻ, കുട്ടികളിലുള്ള എഫക്റ്റ്. കുട്ടികൾ ഈ ലിവിങ് ടുഗദറിൽ ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ അത്തരത്തിലുണ്ടാകുന്ന കുട്ടികൾ അവർ സാമൂഹ്യ വിരുദ്ധരാകാനും അവർക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കുടുംബത്തിലുള്ളതിനേക്കാൾ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇങ്ങനെ നമ്മളൊന്ന് ആലോചിച്ചൊക്കെ, എന്തിനാണ് നമ്മൾ ലിവിങ് ടുഗദർ കൊണ്ടുവന്നത്? കുറച്ച് സന്തോഷം കിട്ടാൻ അല്ലേ? ഈ ഗാർഹിക പീഡനങ്ങളൊക്കെ ഇല്ലാതാവാൻ, ഇങ്ങനെയുള്ള കുറേ നന്മ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഈ പരിഹാരം കൊണ്ടുവന്നത്. അവസാനം എന്താ സംഭവിച്ചത്? വിവാഹത്തിനുള്ളതിനേക്കാൾ കൂടുതൽ പീഡനം ലിവിങ് ടുഗദറിൽ, വിവാഹത്തിലുള്ളതിനേക്കാൾ വിഷാദം ലിവിങ് ടുഗദറിൽ, വിവാഹത്തിലുള്ളതിനേക്കാൾ പ്രശ്നങ്ങൾ ലിവിങ് ടുഗദറിൽ. എന്താ ഇത് പ്രശ്നം? നമ്മൾ നമ്മുടെ പരിമിതമായ യുക്തി വെച്ച് നമ്മളിങ്ങനെ അതിനിപ്പോൾ എന്താ കുഴപ്പം? അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ? നമ്മൾക്ക് ആ
ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം. അവിടെയാണ് നമ്മൾ പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്ന പരിഹാരത്തിന് 2 വഴികൾ നമുക്ക് സ്വീകരിക്കാം. ഒന്ന്, മനുഷ്യൻ അവൻ്റെ പരിമിതമായ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് തീരുമാനിക്കുന്നു. അതിൻ്റെ പ്രശ്നങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അതല്ലെങ്കിൽ മനുഷ്യനെ പൂർണ്ണമായി അറിയുന്ന സൃഷ്ടാവിൽ നിന്നുള്ള പരിഹാരത്തിലേക്ക് നമുക്ക് തിരിച്ചു നടക്കുക. ഈ 2 പ്രശ്ന പരിഹാരമുള്ളത്. നമ്മുടെ പരിമിതമായ യുക്തിയും ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ കണ്ടെത്തുന്ന പരിഹാരങ്ങൾ അത് പലപ്പോഴും പ്രശ്നം പരിഹരിക്കുകയല്ല ചെയ്യുക, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുക. ലിവിങ് ടുഗദർ പോലെ, അവിഹിതങ്ങൾ പോലെ, ലഹരി പോലെ, ഇതൊക്കെ ആൾക്കാർ പ്രശ്നപരിഹാരത്തിനാണ് ഉണ്ടാക്കിയത്. പക്ഷെ അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുകയാണ്. എന്നാൽ മനുഷ്യനെ അറിയുന്ന, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച, മനുഷ്യന്റെ മനസ്സറിയുന്ന പടച്ചോനിൽ നിന്നുള്ള പരിഹാരം നമ്മൾ സ്വീകരിച്ചാൽ അത് ആത്യന്തികമായി ഈ ലോക ജീവിതത്തിലും പരലോക ജീവിതത്തിലും നമുക്കതായിരിക്കും ഏറ്റവും നല്ല ഒരു പരിഹാരമുണ്ടാക്കുക എന്ന് നമ്മൾ തിരിച്ചറിയണം. വി ഓൺലി ഹാവ് എ പിക്സൽ, ഗോഡ് ഹാസ് ദ പിക്ചർ. ഇതാണ് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് വളരെ പരിമിതമായ അറിവ് മാത്രമേ ഉള്ളൂ. പടച്ചവന് പരിപൂർണമായ അറിവുണ്ട്. ആ പരിപൂർണമായ അറിയുന്ന പടച്ചവൻ ഒരു കാര്യം ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ശരി. പടച്ചവൻ ഒരു കാര്യം തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാം അറിയുന്ന പടച്ചവൻ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് തെറ്റ്. നമ്മുടെ പരിമിതമായ യുക്തിയിൽ ഒരു പക്ഷേ നമുക്കത് ആലോചിച്ച് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയുടെ പരിമിതിയാണത്, നമ്മുടെ ചിന്തയുടെ പരിമിതിയാണത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ പല കാര്യങ്ങളെയും നിങ്ങൾക്കതിനോടൊരു ഇഷ്ടക്കുറവാണ്, അല്ലേ, നിങ്ങൾക്കതിനോടൊരു വിരോധമാണ്. വഹുവ ഖൈറുല്ലക്കും, ശരിക്കും നിങ്ങൾക്കതെന്തായിരിക്കും? ഖൈറായിരിക്കും, നന്മയായിരിക്കും. നിങ്ങൾ പല കാര്യങ്ങളെയും ഇഷ്ടപ്പെടുന്നു, ശരിക്കും നിങ്ങൾക്കത് ഷർറായിരിക്കും. അല്ലാഹുവിനാണ്, നമ്മെ സൃഷ്ടിച്ച പടച്ചോനാണ് എല്ലാം അറിയുന്നവൻ. എല്ലാം അറിയുന്നത് നമുക്ക് അറിവിന് പരിമിതിയുണ്ട്. അതുകൊണ്ട് എല്ലാം അറിയുന്ന പടച്ചവനിൽ നിന്നുള്ള മാർഗദർശനം നമുക്ക് വന്നുപെട്ടാൽ, നമുക്ക് ആ പടച്ചോനിൽ നിന്നുള്ള, എല്ലാം അറിയുന്ന പടച്ചോനിൽ നിന്നുള്ള ഹുദ, സന്മാർഗം നമ്മളിലേക്ക് എത്തിപ്പെട്ടാൽ അത് സ്വീകരിക്കുക എന്നതാണ് യുക്തി. അത് സ്വീകരിക്കുക എന്നതാണ് യുക്തി. അതിനോട് പുറംതിരിഞ്ഞാൽ നമ്മുടെ യുക്തിയും നമ്മുടെ ബുദ്ധിയും നമ്മുടെ പരിമിതമായ ചിന്തയും വെച്ച് അതിനോട് പുറംതിരിഞ്ഞു നിന്നാൽ ഈ ലോക ജീവിതത്തിലും പരലോക ജീവിതത്തിലും അത് നഷ്ടക്കച്ചവടമായിരിക്കും. അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ആ പടച്ചവന്, നമ്മെ സൃഷ്ടിച്ച, നമ്മളെ ഏറ്റവും കൂടുതൽ അറിയുന്ന, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആ പടച്ചവന് നമ്മുടെ ജീവിതം സമർപ്പിക്കുക എന്നതാണ് ഇസ്ലാം. അതുകൊണ്ടാണ് ഈ സന്ദേശം എന്ന് പറയുന്നത്, ഈ ആശയം എന്ന് പറയുന്നത്, അത് ഏതൊരു മനുഷ്യനും വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം. അതിന് പ്രത്യേകിച്ച് വേറെ വിഷയങ്ങളൊന്നുമില്ല. ഏതു മനുഷ്യനും, ഏത് ദേശത്തുള്ളവനും, ഭാഷ സംസാരിക്കുന്നവരും വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ച ഏകനായൊരു സട്ടാവുണ്ട്, ആ സട്ടാവിന് എൻ്റെ ജീവിതം സമർപ്പിക്കലാണ് യുക്തി എന്നത് ഏതൊരു മനുഷ്യനും ബോധ്യപ്പെടും. അതുകൊണ്ടാണ് ഇസ്ലാം, ഈ 21-ാം നൂറ്റാണ്ടാണ്, ശാസ്ത്രത്തിൻ്റെ യുഗമാണ്, യുക്തിയുടെ യുഗമാണെന്നൊക്കെ പറയുമ്പോഴും ഇസ്ലാം ഈ കാലഘട്ടത്തെയും അതിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കാരണം അതിൻ്റെ ആശയപരമായ വ്യക്തതയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും ആളുകൾ ഈ സോഷ്യൽ മീഡിയയിലും അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ എഴുതുക എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്ലാം ഇന്നും നാളെയും തീരുന്നതാണ്. ഇസ്ലാമിൻ്റെ വാലിഡിറ്റി, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഇപ്പം തീരും, നാളെ തീരും, മറ്റന്നാളെ തീരും എന്ന് പറഞ്ഞ് കിനാവ് കാണാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. ഇത് തുടങ്ങിയത് ഇന്നും ഇന്നലെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനവുമായി കൊണ്ട് മക്കയിൽ അവിടെയുള്ള ആളുകളോട് വിളിച്ചു പറഞ്ഞുകൊണ്ട്, നിങ്ങൾ ഈ പറഞ്ഞ വിഗ്രഹങ്ങളെ ഒന്നുമല്ല ആരാധിക്കേണ്ടത്, അതിൻ്റെയൊക്കെ സട്ടാവിനെയാണ് ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോ, നീ വാലറ്റവനാണ്, നിന്റെ കാലശേഷം ഇത് ഏറ്റെടുക്കാൻ പോലും ആരും ഉണ്ടാവില്ല, അതുകൊണ്ട് മുഹമ്മദിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തോടുകൂടി ഇത് തീരുന്ന് കിനാവ് കണ്ടവർ അന്ന് തുടങ്ങിയതാ. പിന്നെ പറഞ്ഞു കുരിശ് യുദ്ധത്തോടുകൂടി മുസ്ലിങ്ങൾ ഇല്ലാതാകുമെന്ന് കിനാവ് കണ്ടവർ. അതിനുശേഷം മംഗോളിയൻ പടയോട്ടത്തോടുകൂടി ഇസ്ലാം ഇല്ലാതാകുമെന്ന് കിനാവ് കണ്ടവർ. അതിനുശേഷം ഓറിയന്റലിസ്റ്റ് വിമർശനങ്ങൾ വന്നപ്പോൾ അതോടുകൂടി ഇസ്ലാം ഇല്ലാതാകുമെന്ന് കിനാവ് കണ്ടവർ. അതിനൊക്കെ ശേഷം വേറെ കുറച്ച് ആൾക്കാർ പറഞ്ഞു, ഇതാ ശാസ്ത്രം വരുന്നു, ശാസ്ത്രം വികസിച്ചാൽ ഇസ്ലാം ഇല്ലാതാകും. 20-ാം നൂറ്റാണ്ടിലെ മെയിൻ കിനാവ് അതായിരുന്നു. ശാസ്ത്രം വളരുന്നു, അതുകൊണ്ട് ഇസ്ലാം ഇല്ലാതാകും. ആ 20-ാം നൂറ്റാണ്ടും കഴിഞ്ഞു, ഇസ്ലാം അതിനെയും അതിജയിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പം പറയുന്നത് സോഷ്യൽ മീഡിയയുടെ യുഗമാണ്, അതുകൊണ്ട് 20 വർഷം കൊണ്ട് ഇസ്ലാം ഇല്ലാതാകും, 30 വർഷം കൊണ്ട് ഇല്ലാതാകും എന്നൊക്കെയാണ്.
അല്ലേ? പല കിനാവുകൾ നമ്മൾ കണ്ടു. ഒരു ബിരുദൻ ഇസ്ലാമിന് വാലിഡിറ്റി കൊടുത്തത് 2028 ആകുമ്പോഴേക്കും ഇസ്ലാം ഇല്ലാതാകുന്നതാണ്. അപ്പോൾ ഇപ്പോൾ എത്രയായി? 2026. 2 വർഷം കൂടി ഉള്ളൂ, തീർന്നിട്ടോ. 2 വർഷം കൂടി ഇസ്ലാം തീർന്നു എന്നാണ്. ഇങ്ങനെ കിനാവ് കാണാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. പക്ഷേ സംഭവിക്കുന്നത് എന്താ? നമ്മൾ കണക്കുകൾ പരിശോധിച്ച് നോക്കിയാൽ ഇപ്പോൾ ഈ ഏറ്റവും അവസാനം വന്നിട്ടുള്ള പ്യൂ റിസർച്ചിൻ്റെ പഠനവും അതിലും പറയുന്നത് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ഇൻ ദ വേൾഡ് ഇസ്ലാം തന്നെയാണ്. ഇസ്ലാമാണ് ലോകത്തിന്നും, ഈ പറഞ്ഞ എല്ലാ കിനാവുകളും കണ്ടതിന് ശേഷവും ഇസ്ലാമാണ് ലോകത്തിന്നും ഏറ്റവും കൂടുതൽ വളരുന്ന മതം. അത് കേവലം മുസ്ലിങ്ങൾ കുറേ ഉള്ളതുകൊണ്ടോ മുസ്ലിങ്ങൾക്ക് കുറേ കുട്ടികളുള്ളത് കൊണ്ടോ മാത്രമല്ല. നമുക്ക് കാണാൻ സാധിക്കും ദ ഫ്യൂച്ചർ ഓഫ് വേൾഡ് റിലീജിയൻസ്, പോപ്പുലേഷൻ ഗ്രോത്ത് പ്രൊജക്ഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ മതങ്ങളിൽ നിന്ന് ആളുകൾ മതം ഉപേക്ഷിക്കുന്നതും അതുപോലെ തന്നെ മതത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെയും കണക്കുകൾ പരിശോധിക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരൊറ്റ മതത്തിൽ മാത്രമാണ് ആളുകൾ മതം ഉപേക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ മതം സ്വീകരിക്കുന്നത്. അത് ഇസ്ലാമിലാണ്. ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയും ശാസ്ത്രവും എല്ലാം കഴിഞ്ഞിട്ടും, ആ പറഞ്ഞ വേവുകളെല്ലാം കഴിഞ്ഞതിനു ശേഷവും ആളുകൾ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന മതം അത് ഇസ്ലാമാണ്. മാത്രമല്ല, എന്തുകൊണ്ട് ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നു എന്ന പരിശോധന നമ്മൾ നടത്തിയാൽ അതിലേറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത് പ്രിഫർ ദ ബിലീഫ് ടീച്ചിങ് ഓഫ് ഇസ്ലാം ഫൈൻഡ് മോർ മീനിങ്, എന്നുവെച്ചാൽ ജീവിതത്തിന് അർത്ഥം കിട്ടുന്നത് ഇസ്ലാമിലൂടെ മാത്രമാണ്. റീഡ് റിലീജിയസ് ടെക്സ്റ്റ്, സ്റ്റഡീഡ് ഇസ്ലാം പഠിച്ചതുകൊണ്ട്. കാരണം ഈ പറഞ്ഞ രൂപത്തിൽ സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളിലൂടെയൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പലതും അവിടുന്ന് ഇവിടുന്ന് കേൾക്കുന്നു, അത് വെച്ച് ഇസ്ലാം പഠിക്കാൻ തുടങ്ങുന്നു. പഠിച്ചവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇത് സാധ്യമാകുന്നു? ഇസ്ലാം സംവദിക്കുന്നത് മനുഷ്യന്റെ യുക്തിയോടാണ്, മനുഷ്യന്റെ ചിന്തയോടാണ്, മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിയോടാണ്, അല്ലേ? ഇത് എത്ര ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, ഇസ്ലാം വിമർശന പുസ്തകം എഴുതാൻ നോർവേയിൽ, അവിടെ ഇസ്ലാം വിമർശനത്തിന് ഒരു പുസ്തകം എഴുതാൻ ഒരാൾ തീരുമാനിച്ചു. ജൊറാം വാൻ ക്ലവറൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഒരു പുസ്തകം എഴുതാൻ തീരുമാനിച്ചു. അങ്ങനെ പുസ്തകത്തിന്റെ തെളിവുകൾക്ക് വേണ്ടി ഖുർആനും ഹദീസും വായിച്ചതാണ്. അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താ? നിങ്ങൾ കേട്ടോളൂ. Islam. I became politically active for the Freedom Party. I became a member of parliament. And in the end, I decided to write an anti-Islam book, which started as an anti-Islam book, changed into this search for God, and it ended up me becoming a Muslim. അപ്പോൾ ഇസ്ലാം വിരുദ്ധ പുസ്തകം എഴുതാൻ, ഇസ്ലാം വിമർശിക്കാൻ വേണ്ടി ഒരു പുസ്തകം എഴുതാൻ തീരുമാനിച്ചതാണ്. അങ്ങനെ ഖുർആനും ഹദീസും വായിച്ചതാണ്. ഇപ്പോൾ മൂപ്പർ ഏറ്റവും വലിയ ഇസ്ലാം പ്രചാരകനാണ്. ജൊറാം വാൻ ക്ലവറൻ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ ഇപ്പോഴും നമുക്ക് ലഭ്യമാണ്, അല്ലേ? ഇസ്ലാം വിരുദ്ധ പാർട്ടിയായിട്ടുള്ള PFFന്റെ സജീവ വക്താവായിട്ടുള്ള അർണോൾഡ് വാൻഡൂൻ മുസ്ലിങ്ങളെ ഇല്ലാതാക്കണം, മുസ്ലിങ്ങളെ ഇല്ലാതാക്കാതെ യൂറോപ്പിൽ സ്വസ്ഥതയുണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ നാട്ടിൽ കാണുന്ന വംശീയവാദികളെ പോലെ അവിടെയുള്ള വംശീയവാദി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന വക്താവായിട്ടുള്ള അർണോൾഡ് വാൻഡൂൻ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ കണ്ടോളൂ. About Islam, as most people in Western countries, by media, by politicians. Islam, as the threat, as the cause of 9/11 and oppressing women and all the terrorist activities. And the problem in the Netherlands, in Western Europe, is that people don't study Islam for themselves. They just believe the media, they believe politicians, so did I. So what I knew about Islam was only, it was negative, it was dangerous. Maybe I hated the religion. I thought sincerely that the religion, that Islam was a threat for society, a threat for our freedom. When I was member of this of this Islamic political party, and this political party, PVV, their major point, fighting Islam, that was something that I supported, and I feel the attraction for Islam right away. It's not like you wake up in the morning and you become Muslim, of course not. But I had some doubts about Islam. It didn't make sense to me. You see the media, you see politicians, and they all tell Islam is evil and it's a threat for society, a threat for our freedom, and it's all evil and bad. But it didn't make sense because, 1.5 billion people in the world. Are they all evil people, angry, dangerous people? More than 1 million people in the Netherlands, they're Muslim. Are they all evil and angry, dangerous people? So many people are Muslim, a lot of good people, nice and friendly people that I knew personally. And they said you should learn about Islam because your ideas about Islam are wrong. I said, yeah, sure. But I started to learn about Islam, reading Quran. I went to the mosque, spoke with an imam, spoke to other Muslims, did some research myself. I went to the library. And the more you learn about Islam, the more it becomes clear to anyone, especially to me. But only during this period, the more you learn about Islam, the more
ഇസ്ലാമിനെ, മുസ്ലിങ്ങളെ എതിർക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ച ആളുകൾ, അതിൻ്റെ മുന്നിൽ നിന്ന ആളുകൾ അവസാനം ഇസ്ലാമിനെ കുറിച്ച്, ഖുർആനിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവരെത്തിപ്പെടുന്ന ഇത് 1, 2, 3 അല്ല, അനേകായിരം ഉദാഹരണങ്ങൾ ഇങ്ങനെ നമുക്ക് കാണിക്കാൻ സാധിക്കും. നമ്മുടെ കേരളത്തിലടക്കം ഇസ്ലാം വിമർശനത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ആളുകൾ, ഖുർആനും ഹദീസും ഉദ്ധരിച്ചുകൊണ്ട് ഇസ്ലാം തെറ്റാണെന്ന് പറയാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ആളുകൾ, അവരുടെ ജീവിതം മുഴുവൻ അതിനുവേണ്ടി മാറ്റിവെച്ചതിന് ശേഷം അവസാനം അവർ പരിഭവം പറയാണ്, ഒന്നുകൊണ്ട് ഒരു കാര്യമില്ല, ആളുകൾ വിദ്യാഭ്യാസം നേടുന്നുണ്ട്, ആളുകൾ ഭൗതികമായി മുന്നോട്ട് വരുന്നുണ്ട്, പക്ഷേ അതുകൊണ്ട് ഇസ്ലാം കുറയല്ല ചെയ്യുന്നത്, കൂടുകയാണ് ചെയ്യുന്നത്. ജീവിതം മുഴുവൻ ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടി മാറ്റിവെച്ചിട്ട് അവസാനം അവർ പറയുന്ന പരിഭവം കേട്ടോളൂ. ഇപ്പം അടുത്ത കാലത്തൊന്നും മാറ്റം വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ നമ്മളൊക്കെ ഇപ്പം ഇന്ത്യയൊക്കെ കുട്ടിക്കാലത്ത് പോലും വെള്ളിയാഴ്ച പോലും ആൾക്കാർ പള്ളിയിൽ പോലില്ല കൃത്യമായിട്ട്. റോട്ടിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ ആരും ചോദിക്കലില്ല. ഇന്നങ്ങനല്ല, പള്ളിയിൽ 4 വട്ടം പോയിട്ടില്ലെങ്കിൽ എന്താ ഇതിനിപ്പോൾ പള്ളിക്കൊന്നും കാണില്ലല്ലോ എന്ന് തിരഞ്ഞുകിട്ട് വരും. മാത്രമല്ല, നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും, മെഡിക്കൽ കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, ലോ കോളേജുകളിലൊക്കെ വലിയ താടി, പാറപ്പുറത്ത് പുല്ലുളച്ച പോലെ അവിടെയും ഇവിടെയുള്ള രോമങ്ങൾ, തണ്ടങ്കാല് വരെയുള്ള ഫാൻ്റൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. ആരായി പഠിക്കുന്നത്? വലിയ ഭൗതിക വിദ്യാഭ്യാസമുള്ള ആളുകൾ. ഇപ്പം എവിടുന്ന ഈ മാറ്റം വരിക? പണ്ട് റോഡ് സൈഡിലൊന്നും മുസല്ല വിട്ട് നിസ്കരിച്ചിട്ടില്ല, ഇന്ന് പള്ളീൻ്റെ മുറ്റത്തൊക്കെ. അപ്പോൾ ജീവിതം മുഴുവൻ ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടി മാറ്റിവെച്ച് അങ്ങനെ ഇന്ന് തീരും നാളെ തീരുമെന്ന് കിനാവു കണ്ട് അവസാനം പറയുന്ന വാക്കുകളാണിത്. ഏറ്റവും അവസാനം ഈ പരിഭവം പറഞ്ഞ വ്യക്തിയും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ജീവിതം മുഴുവൻ ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടി സംവാദം നടത്തിയ വ്യക്തി ഇന്ന് ഇസ്ലാമിന് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു യാഥാർത്ഥ്യമാണ്. ഏതൊക്കെ രൂപത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും, എന്തൊക്കെ രൂപത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തിയാലും സത്യം അത് വെട്ടിത്തെളിച്ചുകൊണ്ട് തന്നെ, അത് വെട്ടിത്തിളങ്ങിക്കൊണ്ട് തന്നെ ഇവിടെ നിലനിൽക്കുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് അതിൻ്റെ മൂല്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. അതിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. മനുഷ്യനെ അറിയുന്ന, മനുഷ്യനെ സൃഷ്ടിച്ച സട്ടാവിൽ നിന്നുള്ളതാണത് എന്നുള്ളത് കൊണ്ടാണ് ആളുകൾ ഇസ്ലാമിനെ സ്വീകരിക്കുന്നത്. ഇസ്ലാം സ്വീകരിച്ച ആളുകളുടെ സംസാരങ്ങളിലൂടെ കടന്നുപോയാൽ നമുക്കത് വ്യക്തമാകും. അതുകൊണ്ട് എന്തുകൊണ്ട് ഇസ്ലാം ഈ കാലഘട്ടത്തെയും എല്ലാ കാലഘട്ടത്തെയും എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് നിലനിൽക്കുന്നു എന്ന ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ തന്നെ ഇസ്ലാമിൻ്റെ ദൈവികത നമുക്ക് ബോധ്യപ്പെടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇസ്ലാം പഠിപ്പിക്കുന്ന ദൈവശാസ്ത്രം ഏതു മനുഷ്യനും വർഗീയതയില്ലാതെ, വിഭാഗീയതയില്ലാതെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇസ്ലാം പറയുന്നത് നിങ്ങൾ യേശുവിനെ ആരാധിക്കണമെന്നല്ല, യേശുവിൻ്റെ സട്ടാവിനെ ആരാധിക്കണമെന്നാണ്. മുഹമ്മദ് നബിയെ ആരാധിക്കണമെന്നല്ല, മുഹമ്മദ് നബിയുടെ സട്ടാവിനെ ആരാധിക്കണമെന്നാണ്. ഒന്നിനെയുമല്ല ആരാധിക്കേണ്ടത്, അതിൻ്റെയൊക്കെ സട്ടാവിനെ. ആർക്കും മനസ്സിലാകുന്ന, ആർക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഏറ്റവും ലളിതമായ ആശയമാണ് ഇസ്ലാമിന് ജനങ്ങളോട് പറയാനുള്ളത്. അത് ആളുകൾക്ക് ബോധ്യപ്പെടും. ആ ബോധ്യപ്പെടുന്നതിൽ നിന്നും തടയിടാനാണ് പല രൂപത്തിലുള്ള വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. മുസ്ലിങ്ങൾ പ്രശ്നക്കാരാണ്, മുസ്ലിങ്ങൾ ഇതാ ഈ നാടിനെ ഇല്ലാതാക്കാൻ പോകുന്നു, അതുപോലെ തന്നെ അവർ ഭീകരവാദികളാണ്, അവർ തീവ്രവാദികളാണ് എന്ന രൂപത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നത് എന്തിനു വേണ്ടിയാ? അത് ഈ പറഞ്ഞ ലളിതമായ സുന്ദരമായ ആശയത്തെക്കുറിച്ച് ആളുകൾ നിഷ്പക്ഷമായി പഠിക്കുന്നതിൽ നിന്നും തടയിടാൻ വേണ്ടിയാണ്. നമ്മുടെ നാട്ടിലടക്കം അത്തരത്തിലുള്ള ശ്രമങ്ങൾ വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിങ്ങളെ പെട്ടെന്ന് ഒറ്റയടിക്ക് തീവ്രവാദി എന്ന് പറയാൻ പ്രയാസാകുമ്പം ഓരോ സംഘടനകളെ ചാരിക്കൊണ്ട് മുസ്ലിങ്ങളെ തീവ്രവാദി എന്ന് വിളിക്കുക, അല്ലേ? പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി, പിന്നിൽ മുജാഹിദാണ്, അല്ലെങ്കിൽ ഇവർ അതാണ്, ഇവർ മൗലികവാദികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരെ ചാരിക്കൊണ്ട് മുസ്ലിങ്ങൾ പ്രശ്നക്കാരാണ്, അവരിതാ അധികാരത്തിൽ വരുന്നു, അതോടുകൂടി കേരളം പ്രശ്നത്തിലാവാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തോടും ഈ സമുദായത്തോടും ഈ മതത്തോടും അനാവശ്യമായ ഭീതിയും വിദ്വേഷവും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, അവർ യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത് ഈ പ്രകാശത്തിനു അല്ലെങ്കിൽ ഈ പ്രകാശത്തിനു നേർക്ക് വളരെ ദുർബലമായ പ്രതിരോധങ്ങൾ തീർക്കാൻ മാത്രമാണ്. എന്നാൽ അതുകൊണ്ട് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ ഇസ്ലാം ഭീതി, ഈ ഇസ്ലാം വെറുപ്പ് സമൂഹത്തിൽ അവരെന്ത് കാര്യത്തിനു വേണ്ടിയാണോ ചെലവഴിക്കാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുക. സെപ്റ്റംബർ 11 ആക്രമണം അമേരിക്കയിൽ സംഭവിച്ചപ്പോൾ അന്ന് ഒരു പ്രധാന ന്യൂസ് പേപ്പറിൻ്റെ ഏറ്റവും ഫ്രണ്ട് പേജ് എന്താണെന്ന് ചോദിച്ചാൽ കത്തി നിൽക്കുന്ന വേൾഡ് ട്രേഡ് സെന്ററിൻ്റെ
ചിത്രം ഒരു ഭാഗത്തും മറുഭാഗത്ത് അത് ചെയ്തു എന്ന് കരുതപ്പെടുന്ന ഉസാമ ബിൻ ലാദന്റെ ചിത്രവും അതിൻ്റെ നടുവിൽ ഖുർആനിൻ്റെ ചിത്രവും വെച്ചുകൊണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കുക എന്ന ഭീകര പ്രവർത്തനം ചെയ്തത് ഉസാമ ബിൻ ലാദൻ എന്ന ഭീകരവാദിയാണ്. അതിനയാളുടെ പ്രചോദനം വിശുദ്ധ ഖുർആനാണ് എന്നാണ്. അങ്ങനെ ഇസ്ലാം ഭീതി ഉണ്ടാക്കാനായിരുന്നു അവർ ശ്രമിച്ചതെങ്കിൽ ആളുകൾ ചിന്തിച്ചത് ശരി, പെൻഡഗന്റെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളെയും ഭേദിച്ചുകൊണ്ട് ഇത്ര വലിയൊരു സംഭവം നടത്താൻ ഈ ഖുർആനിൽ ഇത്രയും വലിയ സംഭവം ഉണ്ടെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കണമല്ലോ എന്ന് കരുതി ആളുകൾ ഖുർആൻ വായിച്ചു, ഇസ്ലാമിനെ കുറിച്ച് അറിയാൻ ശ്രമിച്ചു. ഇന്ന് യൂറോപ്പിലടക്കം ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന പുസ്തകം, മതഗ്രന്ഥം അത് ഖുർആനാണ്. ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഗാസയിൽ ലോകത്ത് തുല്യതയില്ലാത്ത രൂപത്തിൽ വംശഹത്യ നടത്തുമ്പോൾ അവർ വിചാരിച്ചത് ഹസ്ബി അല്ലാ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സാമ്രാജ്യത്വ ശക്തികളെ എതിരിടാൻ വരുന്ന ഈ ചെറിയ സംഘത്തെ ബോംബിട്ട് ഇല്ലാതാക്കാൻ സാധിക്കുമെന്നായിരുന്നു. പക്ഷേ എങ്ങനെയാണ് ഇവർക്ക് ഇത്രയും വലിയ അക്രമങ്ങളെ അല്ലാഹു എന്ന ഹസ്ബി അല്ലാ എന്ന ഒറ്റ ആദർശം വെച്ചുകൊണ്ട് ഇതിനെ എതിർക്കാൻ സാധിക്കുന്നത്, അതിനെ നേരിടാൻ ശ്രമിക്കുന്നത് എന്ന ചിന്തയാണ് ആളുകൾക്കുണ്ടായത്. ഗാസയിൽ നടന്ന വംശഹത്യക്ക് ശേഷം ആളുകൾ കൂടുതലായി ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും ഇസ്ലാമിലേക്ക് കടന്നു വന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നടത്തിയ പരിശ്രമങ്ങളെല്ലാം അവസാനം ചെന്നെത്തിയിട്ടുള്ളത് ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നതിലേക്കും അതിനെ ഉൾക്കൊള്ളുന്നതിലേക്കാണ് എന്നുള്ളത് ചരിത്രം നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് ഇസ്ലാം ഭീതി ഉണ്ടാക്കിക്കൊണ്ട്, മുസ്ലിങ്ങളെ ശത്രുക്കളാക്കിക്കൊണ്ട്, മുസ്ലിങ്ങളെ അപരവൽക്കരിച്ചുകൊണ്ട് ഈ സത്യപ്രകാശത്തെ മൂടിവെക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ബൂമറാങ് പോലെ അത് തിരിച്ചു വരിക മാത്രമാണ് ചെയ്യുക. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹ്, അല്ലാഹുവിന്റെ പ്രകാശത്തെ അതിനെ തടയിടാൻ സാധിക്കുമെന്നാണ് അവർ വ്യാമോഹിക്കുന്നത്. വല്ലാഹു മുത്തിമ്മു നൂരിഹി, അല്ലാഹു അവന്റെ പ്രകാശത്തെ അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്, അതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാം അതിജയിക്കുക തന്നെ ചെയ്യും. കാലത്തെ അതിജയിച്ചുകൊണ്ട്, കാലഘട്ടങ്ങളെ അതിജയിച്ചുകൊണ്ട്, ആശയങ്ങളെ അതിജയിച്ചുകൊണ്ട്. ഹുവല്ലദി അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, എല്ലാ ദീനുകളെയും അതിജയിച്ചുകൊണ്ട്, എല്ലാ പ്രത്യയശാസ്ത്രങ്ങളെയും അതിജയിച്ചുകൊണ്ട് ഇസ്ലാം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അവിടെ നാം ചിന്തിക്കേണ്ടത് ഇസ്ലാം അതിജയിക്കും, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ അതിൽ നമ്മളുണ്ടോ, നമ്മുടെ ജീവിതം അതിനനുസരിച്ച് ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതായിരിക്കണം വിശ്വാസികൾ എന്ന നിലക്ക് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും പ്രധാനമായും ആലോചിക്കേണ്ടത്. ആ രൂപത്തിൽ ദീനിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ, പൂർണ്ണമായ മനസ്സോടുകൂടി, അല്ലെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞതുപോലെ പരിപൂർണമായി ദീനിൽ പ്രവേശിക്കുക. ഇബ്രാഹിം അല്ലദീ വഫ എന്ന് പറയുന്ന ആ രൂപത്തിൽ വൈദ ഖാല ലഹു അസ്ലിം, നീ സമർപ്പിക്കുക, നീ മുസ്ലിമാകുക എന്ന് പറഞ്ഞപ്പോൾ ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാൻ എൻ്റെ രക്ഷിതാവിന്, ഈ ലോകങ്ങളുടെ സട്ടാവിന് ഞാനിതാ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഇബ്രാഹിം നബിയുടെ ആ ഒരു മില്ലത്ത് അത് പിൻപറ്റിക്കൊണ്ട് ദീനിലൊരു കാര്യം ശരിയാണെന്ന് പറഞ്ഞാൽ അതാണ് ശരി എന്ന ബോധ്യത്തിലേക്ക്, ദീനൊരു കാര്യം തെറ്റാണെന്ന് പറഞ്ഞാൽ എൻ്റെ ഇച്ഛക്കത് യോജിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും, അതുപോലെ തന്നെ എൻ്റെ ബുദ്ധിക്കത് യോജിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും, വിശുദ്ധ ഖുർആനിലും ഹദീസിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വഹിയാണെന്ന് നമുക്കുറപ്പുണ്ടെങ്കിൽ അതാണ് ശരിയെന്ന ബോധ്യത്തിലേക്ക് എത്താൻ, ആ നിലക്ക് പൂർണ്ണമായ മുസ്ലിങ്ങളാകാൻ, സമർപ്പിച്ചവരാകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.